ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രീമിയം ക്വാളിറ്റി പെയിന്റ്സ് ആണ്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പഠിച്ചത് ബേസിക് ക്വാളിറ്റിയിലുള്ള പെയിന്റ് ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രീമിയം ക്വാളിറ്റിയിലുള്ള പെയിന്റ് ആണ്. പ്രീമിയം ക്വാളിറ്റിയുടെ പെയിന്റ് ഉപയോഗിക്കുമ്പോൾ അതിന് പ്രീമിയം ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചിരിക്കണം അല്ലേ? കാര്യങ്ങളൊക്കെ പഠിക്കണ്ടേ അല്ലേ? എനിക്ക് എന്താ വേണ്ടിയേ? ചാറ്റ് ബോക്സിൽ യെസ്സും കാര്യങ്ങളൊക്കെ വേണം അല്ലേ? എനിക്കുള്ള ഫുഡ് അതാണ്. എനിക്കത് നിങ്ങൾ കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കും. യെസ് യെസ്. സോ പ്രീമിയം ക്വാളിറ്റി പെയിന്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഞാൻ ഒരു ചെറിയ സ്ക്രീൻ ഷെയറിംഗിലേക്ക് പോവാം. സോ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ബേസിക് പെയിന്റ്സ്. നമുക്ക് പെയിന്റ് വന്ന് നമ്മൾ 3 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ബേസിക് പെയിന്റ്, പ്രീമിയം പെയിന്റ്, സൂപ്പർ പ്രീമിയം പെയിന്റ്, അങ്ങനെ 3 കാറ്റഗറിയിൽ നമ്മൾ പിരിച്ചിട്ടുണ്ട്. ബേസിക് പെയിന്റ് രണ്ടും ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് എടുത്തതാണ്. ഇത് നമുക്ക് പ്രീമിയം ക്വാളിറ്റിയിലുള്ള തുടക്ക പെയിന്റ്, പ്രീമിയം ക്വാളിറ്റിയിലുള്ള തുടക്ക ലെവലിലുള്ള പെയിന്റ്. ഇതിന്റെ പേര് ഗുഡ് വൈബ്സ്. ഓക്കെ, ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നവർ എടുക്കുക. ബെറ്റർ സ്ക്രീൻഷോട്ടിനെക്കാട്ടിലും എഴുതിയെടുക്കുന്നതാണ് കുറച്ചുകൂടി ലാസ്റ്റിംഗ് ആയിട്ട് ഉണ്ടാവുക. എഴുതിയെടുക്കുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള നിങ്ങൾക്ക് ബ്രെയിനിൽ ക്യാച്ചി ആയിട്ടുണ്ടാവും, മറക്കൂല. ഓക്കെ, സോ ഗുഡ് വൈബ്സ് എന്ന് പറയുന്നത് അതിന്റെ മുകളിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇന്റീരിയർ എമോഷൻ. ഏത് പെയിന്റ് ബക്കറ്റ് നമ്മളുടെ നോക്കിയാലും അതിന്റെ മുകളിൽ വ്യക്തമായിട്ട് അതിന്റെ പേര് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അഥവാ ഒരാൾ കൊണ്ടുവന്ന് തന്നു എനിക്കറിയില്ല എന്നുള്ള പറയേണ്ട കാറ്റഗറി വരൂല. നമുക്ക് ഈ ബക്കറ്റിന്റെ മുകളിലുള്ള പേരൊന്ന് വായിച്ചാൽ മതി. ഓക്കെ, ഗുഡ് വൈബ്സ് പ്രീമിയം ഇന്റീരിയർ എമോഷൻ അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അടിക്കുന്ന സർഫേസ് വന്നിട്ട് ശരിക്കും പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെ ഇതിന്റെ വർക്കും ക്വാളിറ്റിയും ഒക്കെ ഉണ്ടാവും. ഇതിന്റെ സ്റ്റോക്ക് ആയാലും ശരി, ഡിസൈൻ വർക്ക് നമ്മൾ ചെയ്താലും ശരി, ഈ പെയിന്റ് വെച്ച് നമ്മൾ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിട്ട് അത് നല്ല ക്വാളിറ്റി പ്രീമിയം ഫിനിഷിംഗിൽ ഉണ്ടാവും. അതാണ് ഇതിന്റെ പേര് തന്നെ നിങ്ങൾക്കറിയാം. ഇത് അടിച്ചു കഴിഞ്ഞാൽ അവിടെ ആ എൻവയറമെന്റ് മൊത്തം നല്ല ഗുഡ് വൈബ്സിലാണ് ഉണ്ടാവുക. ഓക്കെ, സോ നമ്മൾ ഇതും എല്ലാ ആഴ്ചയും എടുക്കുന്ന സംഭവമാണ്. ഏത് പെയിന്റ് നമ്മൾ തൊടുന്നേക്കുമ്പായിട്ട്, ഏത് പെയിന്റിനെ കുറിച്ച് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നേക്കുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ബ്രൗസറിലുള്ള അല്ലെ, നമ്മുടെ കാറ്റലോഗിലുള്ള എല്ലാ ഡീറ്റെയിൽസും വായിക്കുക. ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്നതാണ്, കാറ്റലോഗിന്റെ ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും വായിക്കുക. ആരുടെയെങ്കിലും കയ്യിൽ കാറ്റലോഗ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആക്റ്റീവ് ഗ്രോയിങ് അപ്ലൈൻ ലീഡറിനെ വിളിച്ച് ഉടനെ തന്നെ വാങ്ങിക്കുക, അത് വായിക്കുക. ഞാനൊക്കെ തുടക്കത്തിൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വായിച്ച് പഠിക്കാൻ. ഓക്കെ, സോ അത് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. അത് ഫുള്ളായിട്ട് വായിച്ചാൽ തന്നെ നമുക്ക് പെയിന്റിൽ ഈസി ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ എനിക്ക് തോന്നുന്നു നല്ലപോലെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റും, നിങ്ങളെ കൊണ്ട് എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റും. അത് വേണ്ടേ? എല്ലാവർക്കും വേണ്ടേ? ചാറ്റ് ബോക്സിൽ എസ് ഒന്നും വരുന്നില്ല കേട്ടോ. എല്ലാരും ഗുരുവിനെ മിഞ്ചി ശിഷ്യൻ എന്നൊക്കെ പറയല്ലേ, അങ്ങനെ ആവണ്ടേ? യെസ്, കറക്റ്റ്. പ്രിൻസി മാം എസ് കൊടുത്തിട്ടുണ്ട്. ഓ, നാരായണ സാർ യെസ്, താങ്ക് യു. സോ നമുക്ക് വന്ന് എങ്ങനെയാണ് നമ്മൾ ഇത് വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത്, നമ്മളിപ്പോൾ ഗുഡ് വൈബ്സിനെ കുറിച്ച് എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്, ഇത് ബേസിക് ആയിട്ട് എല്ലാ പ്രോഡക്റ്റ് എടുക്കുമ്പോഴും ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. അതിന് റെക്കമെൻഡ് ചെയ്യുന്ന പ്രൈമർ ഏതാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതിന്റെ ആപ്ലിക്കേഷന്റെ രീതി എങ്ങനെയാണ്, ഇതൊക്കെ ബേസിക് ആയിട്ട് പഠിക്കണം. എല്ലാ പെയിന്റിനും ഒന്ന് തന്നെയാണ് കേട്ടോ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആപ്ലിക്കേഷൻ ഒക്കെ ഒരേ മാതിരി തന്നെയാണ്. ഓൺലി ഡിഫറൻസ് എന്താ ഉണ്ടാവുക, ചെറുതായിട്ട് ആ വെള്ളത്തിന്റെ മിക്സിങ്ങിന്റെ കണ്ടന്റ് മാത്രം ചെറുതായിട്ട് മാറും. അത് സ്ഥലത്തിനനുസരിച്ച് പെയിന്റേഴ്സിനും കാര്യങ്ങൾക്കൊക്കെ അറിയാം. ഇതിൽ എത്ര പേരാണ് ഞാൻ പണ്ട് പറഞ്ഞ ഫ്രണ്ടിനെ കിട്ടിയിട്ടുള്ള ആർക്കിടെക്ടോ അല്ലെ എഞ്ചിനീയേഴ്സോ അല്ല കോൺട്രാക്ടറോ അല്ല പെയിന്ററോ, അങ്ങനെ 2 പേര് ഫ്രണ്ട്സ് ഉണ്ടാവണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ 2 ഫ്രണ്ട്സ് കിട്ടിയിട്ടുള്ള ആൾക്കാർ എസ് അടിക്കണേ. കിട്ടിയിട്ടുള്ള ആൾക്കാർ സോറി, എനിക്ക് ഇംഗ്ലീഷിൽ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല, കുറച്ച് വർക്ക് കൂടുതലുണ്ടാവും. ഇതിൽ ബേസിക് ആയിട്ട് ഇതിന്റെ അടുത്ത സബ്ജക്ട് വരുന്ന ഓറിയ, അത് ഞാൻ ഓൾറെഡി ഇംഗ്ലീഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനകത്ത് ബേസിക് ആയിട്ട് എഴുതിയിട്ടുള്ള ഇത് തന്നെയാണ് നമ്മൾ ഒരു പെയിന്റ് ഉപയോഗിക്കാൻ പറ്റുക. അതൊക്കെ കോമൺ ആയിട്ട് എല്ലാ പെയിന്റിനും ഒരേപോലെ തന്നെ നമുക്ക് സർഫേസ് പാസ്ട്രോസ്, പുതിയ സിമെന്റ് സർഫേസില്, പഴയ ഓൾറെഡി പെയിന്റ് അടിച്ച സർഫേസില്, പിന്നെ അതേപോലെ നമുക്ക്
ബോർഡ്, ഈ പാസ്റ്റർ പാരീസും ബോർഡ് കൊണ്ടൊക്കെ ഡിസൈനും വർക്കൊക്കെ ഇപ്പോൾ പാർട്ടീഷൻ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ആ വർക്കിലൊക്കെ നമുക്ക് ഈ പെയിന്റ് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന്റെ ഫിനിഷിംഗ് എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം ക്വാളിറ്റിയിലാണ് ഫിനിഷിംഗ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇതിന്റെ പ്രീമിയം എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ബാക്കിയുള്ള പെയിന്റുമായി തന്നെ നമുക്ക് ആഡഡ് ലെഡ് ഇല്ല, മെർക്കുറി ഇല്ല, ലെഡ് ഇല്ല, മെർക്കുറി ഇല്ല, ഹെവി മെറ്റൽസും കാര്യങ്ങളൊന്നും നമ്മുടെ ഏത് പെയിന്റിലും ഇല്ല. പിന്നെ അതേപോലെ ഇതും ഞാൻ കഴിഞ്ഞ ആഴ്ച ക്ലാസ് എടുത്താണ് നാനോ ടെക്നോളജി എന്നുള്ള സിസ്റ്റം. നമ്മുടെ ബേസിക് പെയിന്റ് മുതൽ എല്ലാ പെയിന്റിലും ഈ ടെക്നോളജി ഉണ്ട്, നാനോ കട്ടിംഗ് ടെക്നോളജി. പിന്നെ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഗുഡ് വൈബ്സിൽ നമുക്ക് ഫംഗൽ റെസിസ്റ്റൻസ്, അതായത് പായല പൂപ്പൽ എന്നൊക്കെ പറയല്ലേ, അങ്ങനത്തെ റെസിസ്റ്റൻസ് പവർ ഉണ്ട് ഇതിന്, ഗുഡ് വൈബ്സിന്. ഇത് പ്രീമിയം ക്വാളിറ്റി ആയതുകൊണ്ട് ബേസിക് ആയിട്ട് ആ ക്വാളിറ്റി ഉണ്ടാവും. പിന്നെ വിവോസി കണ്ടന്റ് കുറവാണ്. അത് നമ്മുടെ എല്ലാ പെയിന്റിലും തന്നെ ബാക്കിയുള്ള മാർക്കറ്റിലുള്ള പെയിന്റിനെ കമ്പയർ ചെയ്യുമ്പോൾ വിവോസി കണ്ടന്റ് കുറവാണ്. പിന്നെ ഇതിന്റെ ഫിനിഷിംഗ് എങ്ങനെ ഉണ്ടാവും? പ്രീമിയം ക്വാളിറ്റി തന്നെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത് പ്രീമിയം ഇന്റീരിയർ എമേഴ്സൺ നമ്മൾ പറയുന്നത്. പിന്നെ ഇത് മാത്രമല്ല, എല്ലാ പെയിന്റും തന്നെ ബെറ്റർ കവറേജ് ഉണ്ടാവും. നമ്മുടെ എല്ലാ പെയിന്റും തന്നെ നല്ല കവറേജ് ബാക്കിയുള്ള പെയിന്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ട്. പിന്നെ നമ്മൾ സർഫേസ് ഒക്കെ നല്ല നീറ്റ്ലി ക്ലിയർ ചെയ്യാം. നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം നമ്മുടെ സർഫേസ് ക്ലിയർ ആയിട്ട് വെക്കുക എന്നുള്ളത്. പിന്നെ ഇത് സോഫ്റ്റ് ഷൈൻ ആണ്. ഓക്കെ, ഇതിന്റെ വാറണ്ടി എന്ന് പറയുന്നത് 5 years ആണ്. വാഷബിൾ വന്നിട്ട് മീഡിയം ആണ്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തത് തന്നെയാണ്. 30 minutes എങ്കിലും സെറ്റിംഗ് ടൈം ആവും. പിന്നെ അതിന്റെ ചൂട് നല്ല ഒരു വെയിലുള്ള സമയത്താണ് അടിക്കുന്നത്. നല്ല വെയിലല്ല, മിനിമം 27 degree Celsius ഉള്ള വെയിലുള്ളപ്പോഴാണ് അടിക്കേണ്ടത്. പിന്നെ നെക്സ്റ്റ് അതായത് അടുത്ത പെയിന്റ് പ്രൈമിംഗ് ഒക്കെ കൊടുത്ത് അടുത്ത പെയിന്റ് കൊടുക്കാന്നുണ്ടെങ്കിൽ ഒരു 24 hours കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നാവും. ഇതിന് ഉപയോഗിക്കേണ്ട പ്രൈമർ വന്ന് പ്രൈസ് ആണ്. ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോവാണ്. എന്താ വെച്ചാൽ ഇന്ന് രണ്ട് പെയിന്റും എടുക്കണം എന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇത് നമുക്കുള്ള പ്രൈമർ ചാർട്ട്. ഇത് കഴിഞ്ഞ ആഴ്ച ഞാൻ എടുത്തതാണ്. ഗ്രേസ് പോളാറ്, വെഗോറിന് മിൻസ്, ഗുഡ് വൈബ്സിന് പ്രൈസ്, ഓറിയയ്ക്ക് പ്രൈസ്. അപ്പൊ ഇവിടെ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഗുഡ് വൈബ്സ് ആണ്. അതിന് ഉപയോഗിക്കേണ്ട പ്രൈമർ വന്ന് പ്രൈസ് ആണ്. ഇത് എല്ലാവരും സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് വെക്കുക. അല്ലെ എല്ലാ ആഴ്ചയും കാണിക്കുന്നതുകൊണ്ട് എഴുതി വെക്കുക. എഴുതി വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും ഉപകാരമായിരിക്കും, ഓർക്കാൻ പറ്റും. പിന്നെ നമുക്ക് എല്ലാ ക്യാൻ സൈസും മാർക്കറ്റിലുള്ള പെയിന്റ് എല്ലാം തന്നെ ക്യാൻ സൈസ് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 liter, 4 liter, 10 liter, 20 liters ആണ്. ഇതിൽ 1500 കളേഴ്സിൽ കൂടുതൽ നമുക്ക് എടുക്കാം. ഇതിന്റെ മിനിമം സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ 90 to 100 സ്ക്വയർ ഫീറ്റ് കിട്ടും. പക്ഷേ അതിലും കൂടുതലായിട്ട് കിട്ടിയതായിട്ട് നമുക്ക് ഓൾറെഡി പ്രൂവൺ സ്ട്രാറ്റജി ഉണ്ട്. പിന്നെ നമ്മൾ മിക്സ് ചെയ്യേണ്ട വാട്ടർ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ 40 to 50%. അതും കോമൺ ആയിട്ട് എല്ലാ ഇതിലും അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മൾ സർഫേസ് ക്ലീൻ ചെയ്യേണ്ടത് സാൻഡ് പേപ്പർ നമുക്ക് അവൈലബിൾ ആണ്. 60, 80, 120. അത് ഞാനിപ്പോൾ എക്സ്റ്റീരിയർ പെയിന്റ് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു. ഇത് നമ്മളെ സെലിബ്രേഷൻ ആണ്. ഇത് പ്രീമിയം കാറ്റഗറിയിൽ എക്സ്റ്റീരിയർ പെയിന്റ്. ഇപ്പൊ നമ്മൾ ആദ്യം കണ്ടത് പ്രീമിയം കാറ്റഗറിയിൽ ഇന്റീരിയർ പെയിന്റ് ആണ്. ഇത് പ്രീമിയം കാറ്റഗറിയിൽ എക്സ്റ്റീരിയർ പെയിന്റ്. ഓക്കെ, എക്സ്റ്റീരിയർ പെയിന്റ് വാങ്ങിക്കുമ്പോൾ ഒരു ബെനിഫിറ്റും കൂടി ഉണ്ട്, നിങ്ങൾ എല്ലാവരും ഓർക്കേണ്ട കാര്യം. അതായത് എക്സ്റ്റീരിയർ പെയിന്റ് ആണ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അകത്തും പുറത്തും അടിക്കാം. ഓക്കെ, പക്ഷെ ഇന്റീരിയർ പെയിന്റ് ആണ് വാങ്ങിക്കുന്ന വെച്ചാൽ ഒരിക്കലും അത് പുറത്തടിക്കാൻ പാടില്ല. ഇന്റീരിയർ പർപ്പസ് മാത്രമേ ഉപയോഗിക്കാവൂ. ഓക്കെ, അത് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. നമ്മുടെ പെയിന്റ് മാത്രമല്ല, ബാക്കിയുള്ള ഏത് പെയിന്റ് ആയാലും ശരി, ഇന്റീരിയറിന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഇന്റീരിയർ പർപ്പസിന് മാത്രമേ അടിക്കാവൂ. പക്ഷെ എക്സ്റ്റീരിയർ എഴുതിയിട്ടുള്ള പെയിന്റ് നമുക്ക് ഇന്റീരിയറും എക്സ്റ്റീരിയറും അടിക്കാം. ആൻഡ് മോർ ഓവർ നമ്മളെ വന്നിട്ട് ഈ ഒരു ദോഷഗന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് അധികപക്ഷം ഇത് ഇന്റീരിയറിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ നമുക്ക് ആൽഗെ ഫംഗൽ റെസിസ്റ്റൻസ് ഉണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ എക്സ്റ്റീരിയർ പെയിന്റിൽ കുറച്ചുകൂടി ആന്റി ഫംഗൽ ഒക്കെ ഉണ്ടാവും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവിടെ മഴയും വെയിലും കാറ്റും ഒക്കെ കൊള്ളുന്നതുകൊണ്ട് അതിനെ വിഡ്സ്റ്റാൻഡ് ചെയ്യാൻ പാടില്ല. അതിനെ എന്താ പറയാ, സ്റ്റാമിനായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെ, അതിനൊരു നല്ല ഊർജ്ജസ്വം കിട്ടാൻ വേണ്ടിയിട്ട് അത് നല്ല രീതിയിലാണ് ഉണ്ടാവേണ്ടത് എക്സ്റ്റീരിയർ പെയിന്റ്. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അത് ആ പെയിന്റിൽ വന്നിട്ട് നമ്മൾ ആന്റി ഫംഗലൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് അത് എക്സ്റ്റീരിയർ പെയിന്റ് എന്ന് പറയുന്നത്. സോ ഇതും നമ്മൾ ആദ്യം കണ്ട ഗുഡ് വൈബ്സുമായി തന്നെ നമുക്ക് നാനോ കട്ടിംഗ് ടെക്നോളജി, എല്ലാ പെയിന്റ്സും നമ്മൾ നാനോ കട്ടിംഗ് ടെക്നോളജിയിലാണ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ഫിനിഷിംഗ് എങ്ങനെ ഉണ്ടാവും? പ്രീമിയം ക്വാളിറ്റിയിലാണ് ഇതിന്റെ ഫിനിഷിംഗ് ഉണ്ടാവുക. പിന്നെ ഇതും എല്ലാ പെയിന്റിനും ഒന്ന് തന്നെയാണ് കേട്ടോ, മാറ്റങ്ങളൊന്നുമില്ല. നമ്മൾ
ആദ്യം മുതൽ തുടക്കം വരെയുള്ള എല്ലാ കാറ്റലോഗിലുള്ള എല്ലാ പേജും എല്ലാ വരിയും വായിക്കുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്നാലേ നമുക്ക് ഒരു കോമ്പറ്റിറ്റർ, അതായത് നമുക്ക് മാർക്കറ്റിൽ നിറയെ കോമ്പറ്റിറ്റേഴ്സ് ആണുള്ളത്. പെയിന്റ് ഇഷ്ടംമാതിരി മാർക്കറ്റിലുണ്ട്, പെയിന്റേഴ്സും ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ അറിയാവുന്ന മാർക്കറ്റിലുള്ള സാധനങ്ങളാണ്. നമ്മളെ സാധനം അവർക്ക് അറിയില്ല. സോ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിന് കമ്പാരിറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്താണ്, അതിന്റെ കോമ്പറ്റിറ്റീവ് ആയിട്ട് ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇല്ല, അത് ഞാൻ ഉറപ്പിച്ച് പറയും. പക്ഷെ എന്നാലും മാർക്കറ്റിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, നമ്മളുടെ RCMന്റെ ഒരു വണ്ടർവേൾ ക്വിക്കിലേക്ക് വന്നാല് ആൾക്കാർ വന്ന് ചോദിക്കുന്നത് എന്താണ്, കോൾഗേറ്റ് തരുമെന്നാണ് പറയാ, പേസ്റ്റിന് കോൾഗേറ്റ് തരുമെന്നാണ് പറയുന്നത് അല്ലെ. അതേപോലെ ബ്ലൂ വേണമെന്നുണ്ടെങ്കിൽ അവര് ഉജാല എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് അവരുടെ മൈൻഡിൽ രജിസ്റ്റർഡ് ആണ്. അത് എങ്ങനെ രജിസ്റ്റർ ആയി? ടിവിയിലെ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ രജിസ്റ്റർ ആയി. അതേപോലെ പെയിന്റിന് കണ്ടാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇഷ്ടമാതിരി അഡ്വർടൈസ്മെന്റ് വരുന്നുണ്ട്. അതും ഓരോരോ ഹീറോസും ഓരോരോ ഫിലിം സ്റ്റാർസും ഓരോരോ ക്രിക്കറ്റ് പ്ലെയറും ഫുട്ബോൾ പ്ലെയേഴ്സും ഒക്കെയാണ് വരുന്നത് അല്ലേ. അപ്പൊ അവരൊക്കെ വന്ന് പറയുമ്പോ എന്താണ്, അവരൊരു ഒരു അംബാസിഡർ ആയതുകൊണ്ട് നമുക്ക് അത് അങ്ങോട്ട് മൈൻഡിൽ രജിസ്റ്റർ ആവുക ചെയ്യാം. അപ്പൊ കോമ്പറ്റിറ്ററിന്റെ പെയിന്റ് വന്നിട്ട് കുറെ മാർക്കറ്റിൽ നെയിം രജിസ്റ്റർഡ് ആണ്. അതിന്റെയൊക്കെ നെയിം ഓൾറെഡി അവരുടെ മനസ്സുകളിൽ രജിസ്റ്റർഡ് ആണ്. അപ്പൊ അതൊന്ന് നമ്മൾ മാറ്റി പിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഈക്വലന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന പെയിന്റ് ഏതാന്നുള്ളത് നമുക്ക് പഠിച്ചിരിക്കണം. ഇപ്പൊ നമ്മൾ മലയാളം ബ്രൗസറിലൊക്കെ നോക്കിയാൽ കമ്പാരിസൺ ചാർട്ട് ഒക്കെ അതിൽ തന്നെ ഉണ്ട്. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ ആക്റ്റീവ് അപ്ലൈൻ ലീഡേഴ്സിനൊക്കെ ചോദിച്ചാൽ അതിന്റെ ഷെയറിംഗ് നിങ്ങൾക്ക് ചെയ്തു തരും. സോ ബ്രൗസർ ഫുള്ളായിട്ട് വായിക്കുക. ഇതും അതേമാതിരി തന്നെ നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ, അതിന്റെ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട പ്രൈമർ ഏതാണെന്നും അത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നും അതിന്റെ ആപ്ലിക്കേഷന്റെ രീതിയാണ് നമ്മൾ പഠിക്കുക. പൊതുവെ എല്ലാ പെയിന്റിന്റെയും പഠിക്കേണ്ട കാര്യം ഇതാണ്. സോ ഓറിയ പ്രീമിയം എക്സ്റ്റീരിയർ എമൽഷൻ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇതിൽ ആന്റി ഫംഗൽ, ആന്റി ബാക്ടീരിയൽ, ഡസ്റ്റ് പ്രൂഫിംഗ്, അതായത് ഡസ്റ്റ് വന്നാൽ ഉടനെ ഒന്ന് നമ്മൾ തുടച്ച് ക്ലിയർ ആക്കാവുന്ന രീതിയിലുള്ള പെയിന്റ് ആണ്. ഇത് ഏത് വെതർ കണ്ടീഷനും വിത്ത്സ്റ്റാൻഡ് ചെയ്യും. പിന്നെ ഇത് നമുക്ക് അൾട്രാവയലറ്റ് ലൈറ്റിന്റെ ഇതുവരെ നമുക്ക് ലോങ് ലാസ്റ്റിംഗ്, നല്ല വെയിൽ കൊണ്ടാൽ പോലും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഈ പെയിന്റ് ഉണ്ടാവും. ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ. ഇന്റീരിയറും അടിക്കാം, എക്സ്റ്റീരിയറും അടിക്കാം. ഓക്കെ. സോ ഇത് തന്നെ അൽഗെ, ഫംഗൽ റെസിസ്റ്റൻസ്, പിന്നെ നാനോ കട്ടിംഗ് ടെക്നോളജി, പ്രീമിയം ഫിനിഷിംഗ്. പിന്നെ ഇത് ഏതൊക്കെ സർഫേസിൽ ഉപയോഗിക്കാൻ പറ്റും അതും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക്. എല്ലാ സർഫേസിലും പെയിന്റ് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ സർഫേസിലും നമുക്ക് ഉപയോഗിക്കാവുന്ന പെയിന്റ് എന്ന് പറയുമ്പോൾ എമൽഷൻ, രണ്ട് പെയിന്റ് ഉണ്ട്. എനാമലും പറയുന്നതും പെയിന്റ് എന്നാ പറയാ. പക്ഷെ ഇത് നമുക്ക് എമൽഷൻ എന്ന് പറയുന്നത് ചുമരിൽ അടിക്കുന്ന പെയിന്റ് ആണ്. അത് എല്ലാവരും ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. എമൽഷൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു സബ്ജക്റ്റ് ആയിട്ടൊന്നും തോന്നുന്നില്ല. പെയിന്റ് കോമൺ ആയിട്ടുള്ള പേര് പെയിന്റ്. പക്ഷെ പെയിന്റ് രണ്ടായിട്ട് വേറെ വേറെ വരുന്നുണ്ട്. എനാമൽ വരുന്നുണ്ട്, എമൽഷൻ വരുന്നുണ്ട്. എനാമൽ എന്ന് പറയുന്നത് ഇരുമ്പിലും ഒക്കെ അടിക്കുന്നതാണ്. എമൽഷൻ എന്ന് പറയുന്നതാണ് ചുമരിൽ അടിക്കുന്നത്. ഓക്കെ. സോ ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും കണ്ടതാണ്. അസോർട്ട് ഫ്രണ്ട്ലി ആണ് നമ്മളെ പെയിന്റ്. ഓക്കെ. അസോർട്ട് ഫ്രണ്ട്ലി ആയതുകൊണ്ടാണ് നമ്മൾ RCMന്റെ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് പെയിന്റ് വെക്കാനുള്ള പെർമിഷൻസും കാര്യങ്ങളും ഉള്ളത്. ബാക്കിയുള്ള പെയിന്റ് ഒക്കെ അതായത് എനാമൽ പെയിന്റ് ഒക്കെ വന്ന് ഫയറബിൾ ആണ്. നമ്മൾ തീ എന്തെങ്കിലും കൊണ്ടു കഴിഞ്ഞാൽ കത്താവുന്ന കപ്പാസിറ്റി ഉള്ള പെയിന്റ്സ് ആണ് എനാമൽ പെയിന്റ്സ്. അതുകൊണ്ടാണ് നമ്മളെ കമ്പനിയിൽ ഇനി എനാമൽ ലോഞ്ച് ആവാതിരിക്കുന്നത്. വെരി സൂൺ എനാമൽ ഒക്കെ നമുക്ക് ഉണ്ടാവും. പിന്നെ ഇതിന്റെ വാറന്റിയും കാര്യങ്ങളൊക്കെ നമ്മുടെ തുളസി പെയിന്റിന്റെ വെബ്സൈറ്റിലുണ്ട്. എത്ര പേര് തുളസി പെയിന്റിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്? ഒരു എസ് കാര്യങ്ങളൊക്കെ വിടി. എത്ര പേര് തുളസി പെയിന്റിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്? എസ് ഒന്നും വന്നില്ല. എസ് എഴുതുന്നവരൊക്കെ ഇത് സൈലന്റ് ആക്കി വെച്ച് പോയതാണോ? ജിഷ മാം, താങ്ക് യു, കോട്ടയം ടീച്ചർ, താങ്ക് യു. ഓക്കെ. അതായത് ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മാത്രം പോരാ, അതിന്റെ അകത്ത് നമുക്ക് മോർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിന്റെ അകത്ത് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ. ലെഡ് ഇല്ല, മെർക്കുറി ഇല്ല, ഹെവി മെറ്റൽസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അതൊക്കെ ഒരു ഫയലിൽ സൂക്ഷിക്കാം. ഒരു കസ്റ്റമർ ഒക്കെ പോകുമ്പോൾ വേറെ ഏത് പെയിന്റ് കമ്പനിക്ക് ഇങ്ങനെയൊന്നും കാണിച്ച് അവകാശപ്പെടാനില്ല. നമ്മളെ കമ്പനിക്ക് ഇതൊക്കെ ചെയ്യാനുള്ള അവകാശം ഉണ്ട്. സോ വൈ നോട്ട് യൂസ് ഇറ്റ്? അതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതല്ലേ. അത് പ്രിന്റ് ഔട്ട് എടുക്കുക, സ്ക്രീൻഷോട്ട് എടുക്കുക, ഒരു കസ്റ്റമർക്ക് പോയി സംസാരിക്കുമ്പോൾ കാണിച്ചു കൊടുക്കാവുന്നതാണ് അല്ലേ. സോ നമ്മൾ പെയിന്റ് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്? ഇത് നമ്മൾ ഗുഡ് വൈബ്സിലും കണ്ട കാര്യമാണ്. ആന്റി അൽഗെ അത് മാത്രമേ ഉള്ളൂ അതിൽ കുറവുണ്ടാവുക. പിന്നെ ലെഡ് ഫ്രീ ആണ്. ലെഡ് ഫ്രീ ഗ്യാരണ്ടീഡ് ആണ്. ഓക്കെ. ലോ VOC, പിന്നെ ഡസ്റ്റ് പ്രൂഫ് ടെക്നോളജി ഉള്ള പെയിന്റ് ആണ്.
ഇതൊക്കെ എഴുതിയെടുത്തോളി, അന്നേരം കുറച്ചുകൂടി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ അതേപോലെ ഇത് നമുക്ക് ഏത് ആർക്കിടെക്ട് ഏത് ചുമരിലും അടിക്കാവുന്നതാണ്. സിമ്പിൾ ആയിട്ട് പറയാൻ പോയി കഴിഞ്ഞാൽ ഏത് ചുമരിലും അടിക്കാവുന്നതാണ് അല്ലെ. പുട്ടി ചെയ്തിട്ടുള്ള സർഫേസ് അടിക്കാവുന്നതാണ്. സിമന്റ് പ്ലാസ്റ്ററിങ് കഴിഞ്ഞ സർഫേസ് അടിക്കാവുന്നതാണ്. പ്രൈമർ ഉപയോഗിച്ചതിന് ശേഷം ഡയറക്റ്റ് ആയിട്ട് അടിക്കാനല്ല ഉദ്ദേശിച്ചത്, അടിക്കാവുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതേപോലെ ഓൾഡ് പെയിന്റ് ഒക്കെ അടിച്ചെടുത്ത് നമുക്ക് പ്രൈമർ ഒക്കെ ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ആസ്പെക്ട് ഷീറ്റിൽ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഹാർഡായിട്ടുള്ള കോൺക്രീറ്റിന്റെ മുകളിൽ ഉപയോഗിക്കാവുന്നതാണ്. സോഫ്റ്റ് ആയിട്ടുള്ള കോൺക്രീറ്റിന്റെ ബോർഡിലും ബോർഡ് ബ്രിക്ക് വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ സർഫേസിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇത് നമുക്ക് ഏത് ഫിനിഷിങ്ങിലാണ് ഉണ്ടാവുക, ഇതൊക്കെ നമ്മൾ ബ്രൗസറിൽ അവൈലബിൾ ആണ് കേട്ടോ. എത്ര പേര് ബ്രൗസർ വായിച്ചിട്ടുണ്ട്? ബ്രൗസർ വായിച്ചവരൊക്കെ ഒന്ന് എസ് ഇട്ടെ. ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കൂ എത്ര പേരാ എസ് പറഞ്ഞത്. ഞാൻ ഇപ്പൊ 4-5 ആഴ്ചയായിട്ട് ക്ലാസ് കഴിഞ്ഞ് ഇത് 6ാമത്തെ ക്ലാസ് ആണ്. ഓരോരോ ക്ലാസ്സിൽ ഞാൻ പറയുന്നുണ്ട് ബ്രൗസർ വായിക്കണം, ബ്രൗസർ വായിക്കണം. ഒന്ന് ഞാൻ കൗണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എത്ര പേര് ബ്രൗസർ വാങ്ങിച്ചു വായിച്ചു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇല്ലാത്തവർ വായിക്കുക. അത് വായിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ. മാം പറഞ്ഞായിരുന്നല്ലോ, എല്ലാം അറിയാവുന്ന ഒരു ലീഡർ ഒരു ചെറിയൊരു പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറയാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണ്? അത് ഉപയോഗിച്ചില്ല, അതിനെക്കുറിച്ച് പഠിച്ചില്ല. അതാണ് മെയിൻ റീസൺ. നമ്മൾ പഠിച്ചാൽ ഉപയോഗിച്ചാൽ നമുക്ക് ആരോടും ധൈര്യമായിട്ട് നമുക്ക് കാര്യം പറയാൻ പറ്റും. ഞാൻ എത്ര പേര് എസ് വെച്ച് ഞാൻ നോക്കും കേട്ടോ. ഇത് കഴിഞ്ഞാണ് ക്ലാസ് കഴിഞ്ഞാണ് ചാറ്റിൽ പോയി ഞാൻ നോക്കും. ഓക്കെ, അതുകൊണ്ട് വേഗം വായിച്ചവരൊക്കെ എസ് കൊടുക്കുക. വായിക്കാത്തവരൊക്കെ നിങ്ങളുടെ ആക്റ്റീവ് അപ്ലൈൻ ഗ്രോയിങ് ലീഡറിനെ ഇപ്പൊ തന്നെ വിളിക്കുക. തിരക്ക് കൂട്ടി എവിടെന്നെങ്കിലും ബ്രൗസർ ഒപ്പിക്കുക. അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്കും പഠിച്ചിട്ട് വരിക എന്നുള്ള ഒരു പ്രോമിസ് എടുക്കുക. ഇന്ന് തന്നെ പ്രോമിസ് ചെയ്യും. അടുത്ത ആഴ്ച നമ്മൾ അത് പഠിച്ചിട്ടേ ആ ക്ലാസ്സിലേക്ക് വരുള്ളൂ. എന്താ വെച്ചാൽ അന്നേരം നിങ്ങൾക്ക് കൂടുതലായിട്ട് സംശയം വരുള്ളൂ. ഞാൻ എല്ലാ ദിവസവും ക്ലാസ് എടുക്കുമ്പോൾ എന്റെ ടീമിലേക്ക് പറയുന്നതാണ്, 2 കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, അതായത് എല്ലാം മനസ്സിലായി അതുകൊണ്ട് സംശയമില്ല, ഒന്നുമേ മനസ്സിലായില്ല അതുകൊണ്ട് സംശയമില്ല. ഈ 2 കാറ്റഗറി ആൾക്കാർക്കാണ് ഉണ്ടാവുക. പൊതുവെ ഈ 2 കാറ്റഗറി ആൾക്കാരാണ് ഉണ്ടാവുക. അപ്പൊ ഈ നമ്മൾ ഇന്നിപ്പോ ക്ലാസ് കേട്ടോണ്ടിരിക്കുന്നവരൊക്കെ ഏത് കാറ്റഗറിയിലുള്ള? എല്ലാം മനസ്സിലായതുകൊണ്ട് സംശയമില്ല, അല്ലെ മനസ്സിലാവാത്തതുകൊണ്ട് സംശയമില്ല. ഓക്കെ, അതൊന്നും യൂസ് അടിക്കണ്ട. ഓക്കെ, സോ ശ്രദ്ധിക്കുക, പഠിക്കുക, അതല്ലാതെ മാർഗമില്ല. ഇതിപ്പോ നമുക്ക് സീസണാണ്. ശരിക്കും പെയിന്റിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടർഫുൾ ആയിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റും ഈ ഒരു സീസൺ. ഓക്കെ, സോ ഇത് ഫിനിഷിങ് എങ്ങനെ ഉണ്ടാവും? സോഫ്റ്റ് ഫിനിഷിംഗ് ആണ്. വാഷബിൾ എങ്ങനെ ഉണ്ടാവും? നമ്മൾ ഇന്നലെ കഴിഞ്ഞ ആഴ്ച കണ്ടതൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ള മൈൽഡ് വാഷിങ്ങേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് ഇത് ഹൈയസ്റ്റ് ആയിട്ട് വാഷ് ചെയ്യാം. ഹൈയസ്റ്റ് ആയിട്ട് വാഷ് ചെയ്യാന്ന് പറഞ്ഞാലും ഉടനെ വേറെ എന്തെങ്കിലും ബ്രഷ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടല്ല വാഷ് ചെയ്യുക. സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് വേണം വാഷ് ചെയ്യാൻ. ഓക്കെ, ഇതിന്റെ ഗ്യാരണ്ടി അല്ലെ ലൈഫ് ടൈം എന്ന് പറയുന്നത് 5 years ആണ്. പിന്നെ ഇതും അതേപോലെ 30 minutes നമുക്ക് അത് റെസ്റ്റിംഗ് ടൈം ഉണ്ട്. 24 hours എങ്കിലും സെറ്റിംഗ് ടൈം വേണം. പിന്നെ 27 degree Celsius ഉള്ളപ്പോൾ, വെയിലുള്ളപ്പോൾ മാത്രമേ അടിക്കാവൂ. പിന്നെ ഇതിന് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന പ്രൈമർ ആണ് പ്രീമിയം ബേസ് കോട്ട് പ്രൈമർ. ഓക്കെ, പ്രൈസ് എന്ന് പറയും. അതിന്റെ പേര് പ്രൈസ് പ്രീമിയം ബേസ് കോട്ട്. പിന്നെ നോർമലായിട്ട് നമ്മൾ എല്ലാ പ്രോഡക്റ്റിനും ഉപയോഗിക്കാവുന്ന പ്രൈമർ ഏതൊക്കെയാന്നുള്ളതാണ് ചാർട്ട്. ഇത് ഞാൻ എല്ലാ പ്രോഡക്റ്റിന്റെ കൂടിയും ഇത് കാണിക്കുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ ഇനിയും ഇങ്ങനത്തെ തെറ്റുകൾ ആവർത്തിക്കരുത്. എന്താ വെച്ചാൽ നിറയെ അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ അടുത്ത് പോലും കഴിഞ്ഞ ആഴ്ച പോലും ഞാൻ കണ്ട ഒരു സ്ഥലമാണ് മിൻസ് പ്രൈമർ ഉപയോഗിച്ചിട്ട് അവിടെ ഓറിയ പെയിന്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അപ്പൊ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. അവരെന്താ വിചാരിച്ചെന്ന് വെച്ചാല് ഓറിയ കൊടുക്കുമ്പോൾ PV, ഡോണ്ട് മിസ്റ്റേക്ക് മീ. ഓക്കെ, ബിസിനസ് മാത്രമല്ല നമുക്ക് വേണ്ടത്, ബിസിനസ് കൂടെ നമുക്ക് മുന്നോട്ട് പോവാൻ, ആ ബിസിനസ് കൂടി നമുക്ക് മിനിയും ഫ്യൂച്ചറിൽ നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് ബിസിനസ് വരണമെന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ള ബോണ്ടിങ് കറക്റ്റ് ആയിരിക്കും. ആ ബോണ്ടിങ് കറക്റ്റ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള വർക്ക് ചെയ്തു കൊടുത്താലാണ് ആ ബോണ്ടിങ് നമുക്ക് മുന്നോട്ട് പോകും. ഒരു സൈറ്റ് തീരുമ്പോൾ തന്നെ അടുത്ത സൈറ്റിലുള്ള ഓർഡർ കിട്ടണം നിങ്ങൾക്ക്. അത്രയ്ക്ക് ആ സൈറ്റിൽ നമ്മൾ ഇൻവോൾവ് ആയിട്ട് വർക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത ഓർഡർ കിട്ടൂ. നമ്മൾ ഇല്ലെങ്കിലും സൈറ്റിൽ വർക്ക് നടക്കും എന്നുള്ള രീതിയിലാണ് വർക്ക് പോവുക. എനിക്കൊക്കെ അങ്ങനെ അനുഭവമുണ്ട്. ഒരു സൈറ്റ് തീരുമ്പോൾ തന്നെ അടുത്ത വർക്ക് വരും, അടുത്ത വർക്ക് അങ്ങനെ പോവുകയാണ് വർക്ക്. നമ്മൾ ഇല്ലെങ്കിലും വർക്ക് നടക്കും. ചെന്നൈയിലൊക്കെ ഇപ്പൊ അങ്ങനെയാണ്. എന്റെ ടീം അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ രീതിയിൽ. സോ നെവർ ഫർഗെറ്റ് ദിസ്. ഇത് ഉടനെ എഴുതിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എഴുതിയെടുക്കുക. ഇത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുക. നമ്മൾ പണ്ട് കൊച്ചിലെ പഠിച്ച മാതിരി മിസ്മാച്ച് ചെയ്ത് മാച്ചിങ് ചെയ്യരുത്. ഇത് കറക്റ്റായിട്ട് അതത് ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മിൻസ് പ്രൈമർ ഉപയോഗിച്ചിട്ട് ഓറിയ ഉപയോഗിച്ചാൽ ഇപ്പൊ തൽക്കാലം ചൂടൊക്കെ ആയതുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഫ്യൂച്ചറിൽ
ഇത് ഓറിയ വന്ന് കുറച്ച് വെയിറ്റ് കൂടുതലുള്ള പെയിന്റ് ആണ്. മിൻസ് വന്നിട്ട് വെയിറ്റ് കുറഞ്ഞ പ്രൈമർ ആണ്. അപ്പൊ ആ പ്രൈമറിന്റെ മുകളിൽ ഈ വെയിറ്റ് കൂടുതലുള്ള പെയിന്റ് 2 കോട്ടൊക്കെ കൊടുക്കുമ്പോൾ അത് താങ്ങാനുള്ള കപ്പാസിറ്റി ചിലപ്പോൾ ആ പ്രൈമറിന് ഉണ്ടാവില്ല. അപ്പൊ കുറച്ചു കാലം കഴിയുമ്പോൾ എല്ലാ സ്ഥലത്തല്ല ഒന്നോ രണ്ടോ സ്ഥലത്തൊക്കെ പൊളിഞ്ഞു വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഉടനെ അവരെന്താക്കും? ഉടനെ നമ്മളെ വിളിക്കും. അവര് നമ്മളെ വിളിക്കുന്നില്ലേ? അപ്പോഴത്തേക്ക് അടുത്ത ആളോട് അവർ പറയാ ആർസിഎമ്മിന്റെ പെയിന്റ് ദോഷമാണെന്ന്. ഇങ്ങനെ ഒരു പേര് ദോഷം ഉണ്ടാക്കണോ? പാടില്ല. അല്ലേ? അല്ലേ? അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ പ്രൈമർ റെക്കമെൻഡ് ചെയ്യാം. സോ ഇത് എല്ലാവരും എഴുതിയെടുക്കുക, സ്ക്രീൻഷോട്ട് എടുക്കുക. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ് ലെസൺ. വേറെ എന്ത് പഠിച്ചില്ലെങ്കിലും പ്രൈമർ അനുസരിച്ച് കറക്റ്റ് ആയിട്ട് പെയിന്റ് കൊടുക്കാൻ പഠിക്കാം. ഓക്കെ? യെസ് അല്ലേ? യെസ് ഒന്നും വരുന്നില്ല. എല്ലാരും സൈലന്റ് ആക്കി ഫോണ് എവിടെയോ വെച്ച് പോയിന്ന് തോന്നുന്നു. യെസ് ഒന്നും അടിക്കുന്നവരൊന്നും കാണുന്നില്ല. ഓക്കെ, ഇതിന്റെയും ഡയലൂഷൻസ്. താങ്ക് യു സർ. താങ്ക് യു. ആ യെസ് കാണുമ്പോഴാണ് എനിക്കൊരു എനർജി ലെവൽ വരിക. യെസ്, താങ്ക് യു. അപ്പൊ നിങ്ങൾ ഇവിടെ എന്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടാവുള്ളൂ എനിക്ക്. താങ്ക് യു, താങ്ക് യു. സോ 50-60% വാട്ടർ ഇവിടെ മിക്സ് ചെയ്യാവുന്നതാണ് വാട്ടർ. നമ്മൾ കഴിഞ്ഞ ഗുഡ് വൈബ്സിൽ കണ്ടത് 40-50%. അതാണ് ഞാൻ പറഞ്ഞത്. ചില പെയിന്റ്സിൽ നമുക്ക് കൂടുതൽ, ചില ഏരിയയിൽ ഇത് മാറുകയും ചെയ്യും. അത് ആ പെയിന്ററിന് നല്ലപോലെ അറിയാം. മാക്സിമം 40-50% ആണ് നമ്മൾ എല്ലാ പെയിന്റിലും റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷെ ചില കാറ്റഗറി ഏരിയയിൽ നമുക്ക് കുറച്ചുകൂടി വാട്ടർ കണ്ടന്റ് കൂട്ടാൻ പറ്റും. അത് എല്ലായിടത്തും പറ്റില്ല. അത് കറക്റ്റായിട്ട് നിങ്ങൾ അതാണ്, അത് പ്രാക്ടീസ് മേക്സ് ദ മാൻ പെർഫെക്റ്റ് എന്നാണ്. നമ്മളത് സ്ഥിരം നിരന്തരം എപ്പോഴും 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 ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു പഠനം കറക്റ്റായിട്ട് കിട്ടുക. സോ ഇറങ്ങുക തന്നെ വേണം. വേറെ ഒരു ഓപ്ഷനും ഇല്ല. നമ്മൾ പെയിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഇറങ്ങി പഠിക്കുക വേണ്ടി. കഴിഞ്ഞ ദിവസം ഒരു കംപ്ലൈന്റ് റേസ് ആയിരുന്നേ. എനിക്കിപ്പോ കുറെ ഓൾ കേരള ആയതുകൊണ്ട് കുറെ കംപ്ലൈന്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വിളിച്ചിട്ട് പറഞ്ഞു പെയിന്റർ, ഞാൻ കുറെ പെയിന്റ് ഉപയോഗിച്ചിട്ടുണ്ട്, ഞാൻ ഈ പെയിന്റ് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. എനിക്കിത് കണ്ടിട്ട് വെള്ളം മാതിരിയുള്ള ഇതിലേക്ക് ഇനി ഇത് 40% 50% വെള്ളം മിക്സ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഈ പെയിന്റ് വേണ്ട മാഡം, എനിക്ക് ഇതിൽ പരിചയമില്ല, എനിക്ക് നിങ്ങൾ വേറെ പെയിന്റ് നിങ്ങളുടെ കടയിൽ നിന്ന് വേറെ കമ്പനിയുടെ പെയിന്റ് കൊണ്ടുവരികയും. അയാളോട് ഞാൻ പെയിന്റ് ഷോപ്പ് നടത്തുന്ന ആളാന്ന് വിചാരിച്ചിട്ട് എന്നെ വിളിച്ചാ, എന്റെ ബില്ല് കണ്ടിട്ട് എന്നെ വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ പ്രശ്നം? അല്ല ഇതിപ്പോ തന്നെ വെള്ളം മാതിരിയുള്ള ഇതിലേക്ക് വെള്ളം മിക്സ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗ്രേസ് ആണ് കേട്ടോ, ഓർഡിനറി പെയിന്റ് ആണ് കൊണ്ടുപോയത്. അതുകൊണ്ട് ഇതിലേക്ക് കൂടുതൽ വെള്ളം മിക്സ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പെയിന്റ് വേണ്ട എന്ന് പറഞ്ഞു ഓണർ നിൽക്കുക, അയാൾ നിൽക്കുക. പക്ഷെ ഞാനും വേറൊരു സ്ഥലത്താണ്, സൈറ്റിലേക്ക് വിടാനുള്ള ആളും വേറെ ഒരു സ്ഥലത്താണ്, പെയിന്റർ വേറെ. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളോട് തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്, ഒരു 2 പെയിന്റേഴ്സ് നമ്മളെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വലിയൊരു ശക്തിയാണ്. ഏത് കാര്യങ്ങളും നമുക്ക് ഹാൻഡിൽ ചെയ്യാം. അപ്പൊ എന്റെ പെയിന്റർ വന്ന് വേറെ സ്ഥലത്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ പിന്നെ ഞാൻ പറഞ്ഞു ഒരു 4 മണിയാകുമ്പോൾ സൈറ്റ് വിസിറ്റ് വേണ്ടിയിട്ട് ആള് വരും എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. 4 മണിയായപ്പോ സൈറ്റ് വിസിറ്റിന് പോയി. പോയപ്പോ അവിടെ നോക്കിയപ്പോ യാതൊരു പ്രശ്നവുമില്ല. വെള്ളം എടുത്ത് കറക്റ്റായിട്ട് സാർ അതിൽ മിക്സ് ചെയ്ത് കൊടുത്തു. അടിക്കാൻ പറഞ്ഞു. അടിച്ചു. യാതൊരു പ്രശ്നവുമില്ല. ആ പെയിന്ററിന് ഡോണ്ട് മിസ്റ്റേക്ക് മീ, ഇതിൽ ആരെങ്കിലും പെയിന്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ തെറ്റ് വിചാരിക്കരുത്. ആ പെയിന്റിൽ നിന്ന് വേറെ പെയിന്റ് വാങ്ങിക്കുമ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് ചില പെയിന്റേഴ്സിന് മാത്രമേ കിട്ടുന്നുള്ളൂ. എല്ലാ പെയിന്റേഴ്സിനും ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ടാണോ, അല്ലെ അതിൽ കിട്ടുന്ന ആ കോയിന് വേണ്ടിയിട്ടാണോ, എന്താണെന്ന് അറിയത്തില്ല. ഫുൾ നെഗറ്റീവ് ആണ് ചെയ്തോണ്ടത്. ഞങ്ങൾ പറഞ്ഞു ഇത് ഡിസ്പ്ലേ വാളിലേക്ക് ബില്ല് അടിച്ചതാണ്, റിട്ടേൺ എടുക്കാൻ പറ്റില്ല, ഇത് ഉപയോഗിച്ചേ പറ്റൂ ആ ഓണറിനൊക്കെ പറഞ്ഞു. അതിന്റെ അപ്ലൈൻ ലീഡറിനൊക്കെ വിളിച്ച് പറഞ്ഞു എന്താ ചെയ്യേണ്ടത് ചെയ്തോളൂ. പെയിന്റിന് യാതൊരു ദോഷവുമില്ല. അത് കഴിഞ്ഞ് അടിച്ചു. പിറ്റേന്ന് രാവിലെ അയാൾ വീണ്ടും വിളിച്ചു, വീണ്ടും ഒരു 40 ലിറ്റർ വേണമെന്ന് പറഞ്ഞു കൊണ്ടുപോയി. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. നിസ്സാരാണ് കാര്യങ്ങൾ. ഒന്ന് ആ പെയിന്ററിനെ ഒന്ന് തോളത്ത് കൈയിട്ട് നമുക്കൊന്ന് ചെയ്തു തരൂ, നല്ലതാണ് എന്നുള്ള രീതിയിൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ, അവർ അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അതുവരെ അവർക്ക് മനസ്സിലാവില്ല. ബക്കറ്റ് കണ്ടാലോ കലക്കിയാലോ മിക്സ് ചെയ്താലോ അടിക്കാൻ തുടങ്ങിയാലോ അടിച്ച് ഒരു കോട്ട് കഴിയുമ്പോൾ അവർക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും നമ്മളെ പെയിന്റ് നല്ല പെയിന്റ് ആണെന്ന്. അവരുടെ മനസ്സിൽ അത് പറയും. അല്ലെ? എത്ര പേർക്ക് അറിയാം, ഭക്ഷണം കഴിക്കുമ്പോൾ ഓരോരുത്തരും ഭക്ഷണം വന്നിട്ട് ഇത്രേ കഴിക്കാമെന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇന്നർ ആർട്ട് വിൽ സേ, ഞാൻ എല്ലാ ന്യൂട്രീഷൻ ക്ലാസ് എടുക്കുമ്പോൾ ന്യൂട്രീഷൻ ഐ മീൻ ബോഡി സ്കാനിങ് ഒക്കെ ചെയ്യാൻ പോകുമ്പോൾ ഞാൻ പറയുന്ന കാര്യമാണ്, നമ്മൾ അകത്തുള്ള മനസ്സ് പറയും മതി, ഫുഡ് മതിയെന്ന്. അതോടുകൂടി ഫുഡ് നിർത്തണം. അതിനുശേഷം കഴിക്കരുത്. നെക്സ്റ്റ് വായ പോലും കൊണ്ടുപോകാൻ പാടില്ല. അതേ രീതിയിൽ തന്നെ ഈ പെയിന്റേഴ്സിനൊക്കെ സംസാരിക്കും. നമ്മുടെ എല്ലാ പ്രോഡക്റ്റും നമ്മളെ കസ്റ്റമറൊക്കെ സംസാരിക്കും, നമ്മൾ പറയല്ലേ. അതേപോലെ പെയിന്റ് അയാൾ ഒരു കോട്ട് കഴിയുമ്പോൾ ആ പെയിന്റ് അയാളൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും, ഇത് നല്ല പെയിന്റ് ആണ് മോനെ എന്ന്. പക്ഷെ സമ്മതിക്കാൻ മനസ്സ് അങ്ങോട്ട് സമ്മതിക്കില്ല. ഓക്കെ, അതാണ് മാർക്കറ്റിൽ പൊതുവെ നടന്നുകൊണ്ടിരിക്കുന്നത്.
സോ നിങ്ങളൊന്ന് കൂടെ നിന്ന് അവരെ ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ, അവരുടെ കൂടെ തോളത്ത് കൈയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാ പെയിന്റേഴ്സും ഈ പെയിന്റിനെ സ്വീകരിക്കും. ഓക്കെ. അവർ തെറ്റാന്ന് പറഞ്ഞാൽ ഉടനെ നിങ്ങൾ അതിനെ ആർഗ്യൂ ചെയ്യാൻ നിൽക്കണ്ട. ആയിക്കോട്ടെ, ഒന്ന് ക്ഷമിച്ച് ഒന്ന് ചെയ്ത് നോക്ക്, അല്ലെ ചെയ്ത് നോക്കി എന്ന് പറഞ്ഞ് അവരൊക്കെ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം അവിടെ നല്ലപോലെ നടക്കും. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവൂല. ഇത് എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഓക്കെ. ആരോടും യുദ്ധത്തിന് നിൽക്കണ്ട. അവർ നല്ലതല്ല എന്ന് പറയാന്നുണ്ടെങ്കിൽ യുദ്ധത്തിന് നിൽക്കണ്ട. ആയിക്കോട്ടെ, ഒന്ന് ശ്രമിച്ചു നോക്ക്, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്ന് അവരോട് പറഞ്ഞ് ഒന്ന് അവർ ട്രൈ ചെയ്താൽ പിന്നെ നമ്മൾ അങ്ങോട്ട് പുലിയായി. ഓക്കെ. സോ യെസ് അല്ലേ? ഇത് എത്ര പേർക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്? യെസ്, നോ, എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യ്. യെസ്, നോ, എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യ്. അല്ലെ മാം ഇത് പറയല്ലെന്നെങ്കിൽ പറയും കേട്ടോ. ആ, യെസ്. ഓക്കെ. സോ ഇതും നമുക്ക് ക്യാൻ സൈസ് വന്നിട്ട് 1 ലിറ്റർ, 4 ലിറ്റർ, 10 ലിറ്റർ, 20 ലിറ്റർ, അത് മാർക്കറ്റിൽ എല്ലാം അങ്ങനെ തന്നെയാണ്. നമുക്കിത് 1700 അല്ല, അതിലും കൂടുതൽ കളേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ മാർക്കറ്റിൽ വേറെ ഏതെങ്കിലും കളേഴ്സ് അവർ കൊണ്ടുവരാന്നുണ്ടെങ്കിൽ അതിന് ഈക്വലന്റ് ആയിട്ട് നമുക്ക് കളർ നമ്മുടെ കമ്പനിയിൽ നിന്ന് എടുത്തു കൊടുക്കാൻ പറ്റും. ചിലർക്കൊക്കെ ധാരണ ഉണ്ട് വേറെ കളേഴ്സ് ഒന്നും നമുക്ക് കിട്ടില്ല എന്നുള്ള ധാരണയൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നുമില്ല, ഏത് കളേഴ്സും നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ ഇതിന്റെ സർഫേസ് ക്ലിയർ ചെയ്യുന്നത് ഇതിന് മാത്രമല്ല, നമ്മളെ എല്ലാ പെയിന്റ് ഉപയോഗിക്കുമ്പോഴും നമ്മൾ സർഫേസ് ക്ലിയർ ചെയ്യണം. അത് വന്ന് 60, 80, 120 എന്ന് പറഞ്ഞ് പേപ്പർ മാർക്കറ്റിൽ കിട്ടും. സാൻഡ് പേപ്പർ മാർക്കറ്റിൽ കിട്ടും. പെയിന്റേഴ്സിനൊക്കെ അറിയാം, പക്ഷെ നിറയെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇത് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ ബേസിക് ആയിട്ട് തന്നെ എടുക്കുന്നത്. ആ പേപ്പർ വാങ്ങിച്ച് സാൻഡ് പേപ്പർ വാങ്ങിച്ചിട്ട് ഉരച്ച് സ്ഥലം മൊത്തം വൃത്തിയാക്കണം. അതിന്റെ മുകളിൽ യാതൊരു ഡേർട്ടോ പിന്നെ എന്തെങ്കിലും ഒരു ഗ്രീസ് മാതിരിയുള്ള സംഭവം, നനവ് പദം, പിന്നെ അതേപോലെ ഫംഗല്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മളെ കേരളം എന്ന് പറഞ്ഞാൽ അതിന്റെ ആം, ഒരു എന്താ പറയാ, ഒരു കൂമ്പാറം തന്നെ പറയാം. ഏത് വീട് എടുത്തു കഴിഞ്ഞാലും, ഏത് കോമ്പൗണ്ട് വാൾ എടുത്തു കഴിഞ്ഞാലും, ഏത് വീട്ടിലെ ചുമർ എടുത്തു കഴിഞ്ഞാലും അതിലൊരു പച്ചപ്പില്ലാതെ ഉണ്ടാവൂല. അത് എങ്ങനെയാ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി നമ്മളെ ചെടിയും മരവും ഒക്കെ വരുന്ന, ഒരു തെങ്ങിന്റെ ഓലയിൽ നിന്ന് വരുന്ന വെള്ളം വരെ ഗ്രീൻ കളറിൽ ക്രമേണ വരാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് ഗ്രീൻ കളറിലാവും. ഓക്കെ. അതിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഉറ്റ് വീഴുന്ന വെള്ളമാണ് ഞാൻ പറഞ്ഞത്. ആ ഉറ്റ് വീഴുന്ന വെള്ളം പോലും ആ രീതിയിലാവും. നമ്മളെ കേരളത്തിലെ കാലാവസ്ഥ അത് പൊതുവെ മാർക്കറ്റിൽ കണ്ടുവരുന്ന സംഭവമാണ്. അപ്പൊ ഉടനെ ഇത് ചെയ്ത ഉടനെ 6 മാസം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് അല്ലെ അടുത്ത മഴയ്ക്ക് ഇത് പൂപ്പൽ വന്നു പായൽ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടേ? അതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും പെയിന്റ് ക്ലാസ് എടുക്കുമ്പോഴും ഞാൻ പറയുന്നുണ്ട്. ആഴ്ചയില് നമ്മള് 6 മാസം കൂടുമ്പോ ഏത് പെയിന്റ് ആയാലും, ബേസിക് പെയിന്റ് ആയാലും ശരി, പ്രീമിയം പെയിന്റ് ആയാലും ശരി, സൂപ്പർ പ്രീമിയം പെയിന്റ് ആയാലും ശരി, ഒരു 6 മാസം കൂടുമ്പോ നമ്മൾ ഒരു സ്പോഞ്ച് മാതിരിയുള്ള സാധനം വാങ്ങിച്ചിട്ട് മെല്ലെ നമ്മള് ബോൾ ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട് പെയിന്റ് അടിക്കേണ്ട ആവശ്യമേ ഉണ്ടാവില്ല. ആ കാലാവധി കഴിഞ്ഞാ പോകും. ഇപ്പൊ നമ്മൾ ഓർഡിനറി പെയിന്റിന് 3 വർഷമാണ് നമ്മൾ കാലാവധി പറയുന്നത്. പക്ഷെ നിങ്ങൾ 6 മാസം കൂടുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് 5ഓ 6ഓ വർഷം വരെ കിട്ടും. അല്ലേ? നമ്മൾ എത്രയ്ക്ക് നമ്മൾ ഓരോരോ കാര്യങ്ങൾ സൂക്ഷിക്കുന്നോ അതിനനുസരിച്ചല്ലേ ഉണ്ടാവുക. അതല്ലേ? അല്ലേ? നമ്മൾ സൂക്ഷിക്കുന്നതിനനുസരിച്ചല്ലേ സാധനങ്ങളൊക്കെ ഉണ്ടാവുക. യെസ് ഓർ നോ? എന്തോ പുതിയ ഒരു കഥയാണ് പറയുന്നത്. അല്ലല്ലോ. നമ്മൾ സൂക്ഷിക്കുന്നതിനനുസരിച്ചാണ് നമ്മളെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പെയിന്റിനെ എങ്ങനെയാ സൂക്ഷിക്കേണ്ടത്? നമ്മൾ പെയിന്റിന് അടിക്കുന്ന കോസ്റ്റും പെയിന്റിന്റെ കോസ്റ്റ് ഒക്കെ ചെലവാക്കുന്ന കാര്യങ്ങളല്ലേ? ആ ചെലവ് നമ്മൾ വീണ്ടും കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ 6 മാസം കൂടുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്തതിന് എന്താ കുഴപ്പം? വീട്ടിന്റെ അകത്ത് എന്നും നമ്മൾ വൃത്തിയാക്കുന്നില്ലേ? വീടിന്റെ പുറവും അകവും ഒരു 6 മാസം കൂടുമ്പോ, അതായത് ഒരു നല്ല വെയിൽ കഴിഞ്ഞ് അടുത്ത മഴ തുടങ്ങുന്നതിന് മുമ്പായിട്ട്, അല്ല അടുത്ത മഴ കഴിഞ്ഞ് വെയിൽ തുടങ്ങുന്നതിന് മുമ്പായിട്ട്, അങ്ങനെ ഒരു 6 മന്ത്സ് 2 സെമിസ്റ്റർ ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് അത് ക്ലീനിങ് എന്ന് പറഞ്ഞ് ഒരു ഏർപ്പാട് ആക്കുക. അന്നേരം പിന്നെ നിങ്ങൾക്ക് പെയിന്റ് കുറെ കാലത്തേക്ക് കിട്ടും. അതിന്റെ ലൈഫ് എക്സ്റ്റെൻഡ് ആയി കിട്ടും. ഓക്കെ. ഇതും അതേപോലെ നമുക്ക് പൊട്ടിയിട്ട ചുമരിലൊക്കെ അടിക്കാവുന്നതാണ്. ഇത് ഓൾറെഡി ഗുഡ് വൈബ്സിലൊക്കെ പറഞ്ഞ മാതിരി തന്നെ എല്ലാ ചുമരിലും അടിക്കാവുന്നതാണ്. ഓക്കെ. പിന്നെ സിമന്റ് വേസ്റ്റ് ചുമരില്, പൊട്ടിയിട്ട ചുമര്, പോളിമർ പുട്ടി ഇട്ടത്, ഒക്കെ പോളിമർ പുട്ടിയൊക്കെ ഇട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ഫിനിഷിംഗ് ആണ് കേട്ടോ ഈ പെയിന്റ്. ഇത് നമുക്ക് മീഡിയം റേഞ്ച്, അതായത് മീഡിയം റേഞ്ചിലുള്ള പെയിന്റ് ആണ്. പക്ഷെ ഇതിന് തന്നെ സൂപ്പർ പ്രീമിയം ക്വാളിറ്റിയിലുള്ള അപ്പിയറൻസ്, മാർക്കറ്റിലുള്ള ക്വാളിറ്റിയുള്ള പെയിന്റിന്റെ അപ്പിയറൻസ് ഇതിൽ കിട്ടും. ഓക്കെ. സോ ഇതും ബേസിക് ആയിട്ട് അങ്ങനെ തന്നെ നമ്മൾ ഫേസ് പ്രൈമർ ആണ് ഉപയോഗിക്കേണ്ടത്. അത് ഇട്ട് കഴിഞ്ഞാൽ ഒരു കോട്ട് അത് കൊടുത്തിട്ട് ഞാൻ എന്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഞാൻ 2 കോട്ടാണ് കൊടുക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷെ ഒരു കോട്ട് തന്നെ പ്രൈമർ കൊടുത്തു കഴിഞ്ഞാൽ മതി. ഇപ്പൊ ഓൾറെഡി സർഫേസ് ഒക്കെ ഫിനിഷ് ചെയ്ത സർഫേസ് പെയിന്റ് അടിച്ച സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഒറ്റ ഒരു കോട്ട് മതി. ഓക്കെ. ഒറ്റ ഒരു കോട്ട് കൊടുത്തിട്ട് നമ്മൾ അടുത്ത പെയിന്റ് കൊടുക്കുമ്പോൾ മിനിമം 6 to 8 hours അതിന്റെ ഡ്രൈയിങ് ടൈം കൊടുക്കുക. അടുത്ത കോട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് സെറ്റിംഗിന്റെ ടൈമും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത കോട്ട് കൊടുക്കുമ്പോൾ പെയിന്റ് കുറച്ചേ ചെലവാവുള്ളൂ. നിങ്ങൾ ഡ്രൈ ആവുന്നതിന് മുമ്പായിട്ട് തന്നെ പെയിന്റ് അതിന്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ കൂടുതൽ പെയിന്റ് ചെലവാവുക ചെയ്യും.
ആക്ച്വലി ഡ്രൈ ആയതിനു ശേഷം അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചേ പെയിന്റ് ചിലവാവുള്ളൂ. ഇത് നമുക്ക് എല്ലാ പെയിന്റ് തന്നെ ബ്രഷും റോളറും സ്പ്രേയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ. പിന്നെ സർഫേസ് ക്ലിയറിംഗ്, ആ സർഫേസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് മാർക്കറ്റിൽ പേപ്പേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്, സാൻഡ് പേപ്പേഴ്സ്. അത് വാങ്ങിച്ച് ഫംഗലും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത രീതിയിൽ സർഫേസ് ക്ലീൻ ചെയ്യുക. 6 മാസം കൂടുമ്പോൾ ഇത് അതേപോലെ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള പേപ്പർ മീൻസ് ഇത് കിട്ടും. സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ മാതിരി കാറൊക്കെ വാഷ് ചെയ്യുന്ന ടിഷ്യൂസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കിട്ടും. പിന്നെ അത് കൂടാതെ നമുക്ക് സ്ക്രബിലൊക്കെ സ്പോഞ്ചി സ്ക്രബ് ഉണ്ട്. അങ്ങനത്തെ സ്ക്രബ് സ്പോഞ്ച് ആയിട്ടുള്ളത് വാങ്ങിച്ച് നമുക്ക് ചുമര് ക്ലീൻ ചെയ്ത് ഈ ഫംഗലും കാര്യങ്ങളൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ ക്ലീൻ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ലൈഫ് കിട്ടും. ഇത് നോർമലായിട്ട് നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. നമ്മൾ കൊച്ചുങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാതെ നോക്കുക, കണ്ണിൽ പെടാതെ നോക്കുക. പിന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക. ഒരു കോട്ട് എന്ന് പറയുന്നത് 50 മൈക്രോൺസിന്റെ അളവേ ഉണ്ടാവാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ പോകണ്ട. പിന്നെ വാട്ടറിന്റെ pH ലെവൽ 7 to 11 ലാണ് pH ലെവൽ ഉണ്ടാവേണ്ടത്. പിന്നെ എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ വാട്ടർ പ്രൂഫിംഗ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഈ പെയിന്റ് കൊടുക്കാവൂ. ഓക്കെ. സോ ഇത്രയേ ഉള്ളൂ. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, അതും കൂടി കിട്ടുമോ നോക്കട്ടെ. ഇത് കാണുന്നുണ്ടല്ലോ, ഇതാണ് മാർച്ച് മാസത്തെ സ്പെഷ്യൽ. മാർച്ച് മന്തിന്റെ സ്പെഷ്യൽ ആണ് ഇത്. എല്ലാവരും ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ വീണ്ടും പറയുന്നുണ്ടാവും. 1st മാർച്ച് മുതൽ 31st മാർച്ച് വരെ, 1st മാർച്ച് മുതൽ 31st മാർച്ച് വരെ നമ്മുടെ കമ്പനി ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു അച്ചീവ്മെന്റ് സെലിബ്രേഷൻ നമുക്ക് പറയാം. ഓക്കെ, ഇത് 15,000 PV-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 15,000 PV-ലാണ് ഇത് ബേസിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, 15,000 PV ചെയ്യുന്ന ആൾക്കാർ ഇതിന്റെ സെലിബ്രേഷൻ എവിടെയാണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ, എല്ലാ പ്രോഗ്രാമും വന്നിട്ട് നമുക്കൊരു ഹാളിലല്ലേ ഉണ്ടാവുക. നോർമലി നമ്മൾ എല്ലാ സെലിബ്രേഷൻസ് വന്ന് ഓരോരോ ഹാളിലാണ് ഉണ്ടാവുക. രാജഗിരി ഹാള് അല്ലെ, ഇവിടെ നമുക്ക് ഓരോരോ ഏരിയയിൽ ഓരോരോ ഹാൾ നമ്മൾ ഫിക്സ്ഡ് ആണ്. ആ ഹാളിലാണ് പ്രോഗ്രാംസ് ഉണ്ടാവുക അല്ലേ. ഈ പ്രാവശ്യത്തെ ന്യൂട്രിചാർജ് പ്രോഗ്രാം ഉണ്ടാവാൻ പോകുന്നത് ബോട്ടിലാണ്. ബോട്ട് ഹൗസിലാണ്. നമുക്ക് ബോട്ടിങ്ങിലാണ് ക്ലാസ്സസ് ഒക്കെ ഉണ്ടാവാൻ പോകുന്നത്. അവിടെയാണ് ഫുഡും സെലിബ്രേഷനും ഒക്കെ, അതായത് വെള്ളത്തിന്റെ മുകളിൽ അല്ലേ. അങ്ങനെ ഒരു സർപ്രൈസിലാണ്. അത് കേൾക്കുമ്പോൾ തന്നെ സുഖല്ലേ അല്ലേ. ഒരു ബോട്ടിങ്ങും അതിന്റെ കൂടെ ലഞ്ചും. ഒരു 15,000 PV ചെയ്യുന്ന ആൾക്കാർക്ക് ബോട്ടിങ്ങിലും അതിന്റെ കൂടെ ലഞ്ചും സെലിബ്രേഷനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ബോട്ടിങ് യാത്രയും അതിന്റെ കൂടെ തന്നെ ലഞ്ചും സെലിബ്രേഷനും എൻജോയ് ചെയ്യാൻ പറ്റും 15,000 PV ചെയ്യുന്ന ആൾക്കാർ. 25,000 PV ചെയ്യുന്ന ആൾക്കാർക്ക് ബോട്ടിങ് ലഞ്ചും കപ്പിളിന്റെ കൂടെ, അത് ആരായാലും വേണ്ടില്ല. വൈഫ് ആയിരിക്കാം, അല്ലെ കൂടെ വർക്ക് ചെയ്യുന്ന അസോസിയേറ്റ്സ് ആയിരിക്കാം, എങ്ങനെ വേണമെങ്കിലും ആവാം. പക്ഷെ കപ്പിൾ എൻട്രി ഉണ്ടാവും. ഓക്കെ, 2 പേർക്ക് ആ ബോട്ട് ഹൗസിൽ എൻട്രി ചെയ്യാവുന്നുണ്ടാവും. ലഞ്ചും കാര്യങ്ങളും സെലിബ്രേഷനും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതിന്റെ കൂടെ തന്നെ തുളസി പെയിന്റിന്റെ ടൈ ഉണ്ടാവും അല്ലെ. ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു തുളസി പെയിന്റും ടൈ ഒക്കെ കെട്ടി പോകുമ്പോൾ നമുക്ക് സംസാരിക്കുമ്പോൾ അതിൻ്റെതായിട്ട് ഒരു അപ്പിയറൻസ് ലുക്കും ഉണ്ടാവുമല്ലോ അല്ലെ. ഒരു ടൈയും ഉണ്ടാവും, പിന്നെ ഒരു ടീഷർട്ടും ഉണ്ടാവും. ടീഷർട്ടും ടൈയും ഉണ്ടാവും. ഓക്കെ, 25,000 PV ചെയ്യുന്ന ആൾക്കാർക്ക് കപ്പിൾ എൻട്രി, ഒരു ടീഷർട്ടും ഉണ്ടാവും, ഒരു ടൈയും ഉണ്ടാവും, കപ്പിൾ എൻട്രി ആണ്. 50,000 PV ചെയ്യുന്ന ആൾക്കാർക്ക് ഇതേ ബോട്ട് ഹൗസ് ലഞ്ച് സെലിബ്രേഷൻ ഉണ്ടാവും, കപ്പിൾ എൻട്രി ഉണ്ടാവും, ടീഷർട്ട് ഉണ്ട്, ടൈ ഉണ്ട്, അതിന്റെ കൂടെ പാൻഡക്ക്. പാൻഡക്ക് എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടന്റ് ടൂളാണ്. നമുക്ക് ഒരാളുടെ ഒക്കെ കളർ കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട ടൂളാണ്. അതിന്റെ കൂടെ അച്ചീവ്മെന്റിന്റെ ട്രോഫി. ഈ 50,000 PV അച്ചീവ് ചെയ്ത ആൾക്കാർക്ക് ഒരു ട്രോഫിയും കൂടി കമ്പനിയുടെ വക ഉണ്ടാവും. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഈ മാസത്തെ ടാർഗറ്റ്. മാർച്ച് ക്ലോസിംഗിലുള്ള ടാർഗറ്റ് ആണ് നമുക്ക്. സോ ഞാൻ ഒന്ന് സ്ക്രീൻ ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ടാർഗറ്റും കാര്യങ്ങളൊക്കെ. ഓ, നല്ല പാർട്ടിസിപ്പൻസ് ഉണ്ട്. താങ്ക് യു. ഓക്കെ, എന്നെ ഇത്രയ്ക്ക് ആക്സെപ്റ്റ് ചെയ്ത് എന്നെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് സ്വീകരിച്ചതും എല്ലാവരും ഇത് ഓൺ ചെയ്ത് അവിടെ വെച്ചിരിക്കുന്നല്ലേ. ഒരാൾ മാത്രമല്ലല്ലോ, കുറെ ആൾക്കാർ കേൾക്കുന്നുണ്ടാവല്ലോ വീട്ടിൽ ഓൺ ചെയ്ത് വെച്ചിരിക്കുമ്പോൾ അല്ലേ. നിങ്ങൾ എത്ര പേര് പുതിയ പെയിന്റേഴ്സിനെ കൊണ്ടുവന്നു? ആദ്യം ഞാൻ എത്ര പേര് ബ്രൗഷർ വായിച്ചെന്നുള്ളത് നോക്കട്ടെ.
ചാറ്റ് ബോക്സിൽ. ഓക്കെ, അത്യാവശ്യം ആൾക്കാരൊക്കെ വായിച്ചിട്ടുണ്ട്. കുറച്ച് ഏറെ തന്നെ ആൾക്കാർ വായിച്ചിട്ടുണ്ട്. താങ്ക് യു, താങ്ക് യു. ഓക്കെ, എത്ര പേർക്ക് 2 ഫ്രണ്ട്സിനെ കിട്ടിയായിരുന്നു? പെയിന്റേഴ്സ് അല്ലെ കോൺട്രാക്ടർ, എഞ്ചിനീയേഴ്സ്? ആ, ജലീൽ സാറിന് കിട്ടി. താങ്ക് യു ജയാസിയം. അല്ലേ, വേറെ ആർക്കും കിട്ടിയില്ലേ? അന്വേഷിപ്പിൻ കണ്ടെത്തിൻ, അല്ലേ അല്ലേ? നിങ്ങൾ അന്വേഷിച്ചിട്ടില്ല, അതുകൊണ്ടാണ് കിട്ടാഞ്ഞത്. ഇറങ്ങുക, ഇറങ്ങുക, അല്ലാതെ വേറെ വഴിയില്ല. ഈ 2 പെയിന്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യവും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. വർക്ക് ഇഷ്ടമാതിരി എടുക്കാൻ പറ്റും. ഒരു പെയിന്റർ എന്ന് പറഞ്ഞാൽ ആ ഒരു പെയിന്ററിന് പെയിന്റേഴ്സിന്റെ കൂടെ നിറയെ റിലേഷൻഷിപ്പ് ഉണ്ടാവും. പെയിന്റേഴ്സ് തന്നെ ഫ്രണ്ട്സ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇതിൽ ഒരാൾ പറഞ്ഞു ഞാൻ പെയിന്ററാണ്, എന്നാൽ നിങ്ങളുടെ കൂടെ കുറച്ച് പെയിന്റേഴ്സിനെയും ചേർക്കുക. ഓക്കെ, സൂപ്പർ സൂപ്പർ, കിട്ടി. ഓക്കെ, അങ്ങനെ നമ്മൾ പെയിന്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പെയിന്റേഴ്സിന്റെ ഫ്രണ്ട്സ് പെയിന്റേഴ്സ് ആയിരിക്കും. നിങ്ങൾക്ക് എത്ര പേരൊക്കെ അറിയാം, ഒരു സൈറ്റിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സൈറ്റിൽ എന്തെങ്കിലും എക്സ്ട്രാ വർക്ക് വന്നാൽ, ഞാൻ അനുഭവമാണ്, എക്സ്പീരിയൻസ് പറയാണ്, എക്സ്ട്രാ വർക്ക് വന്നാൽ നമ്മൾ ഉടനെ പെയിന്റേഴ്സ് ഇല്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും ഏട്ടാ എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കും അവർ പറയും മാഡം ഞാൻ 2 പേരെ വിളിക്കട്ടെ എന്ന് പറയും. അവരൊന്ന് വേറെ 2 പേരെ കൊണ്ടുവരും, അവരെ ടീമിലെ അല്ലാത്ത 2 പേരെ കൊണ്ടുവരും പെയിന്റേഴ്സിന്. നാളത്തേക്ക് എക്സ്ട്രാ ഒരു 5 പേരെ വേണമല്ലോ നമുക്ക് എന്ന് പറഞ്ഞാൽ ആ 5 പേരെ റെഡിയാക്കാനുള്ള കപ്പാസിറ്റി ആ പെയിന്റേഴ്സിനുണ്ട്. പെയിന്റേഴ്സ്, അപ്പൊ ആ പെയിന്റേഴ്സ് അല്ലേ ഇവരുടെ ഫ്രണ്ട്സ് അല്ലേ? വിളിച്ചാ വരുന്ന ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ നല്ല കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുത്തൂടെ, അല്ലേ? ആദ്യം മനസ്സിലാവൂല, ശരിയാണ്. ഇതൊക്കെ എക്സ്പീരിയൻസ് എനിക്കുണ്ട്, മനസ്സിലാവേ ഇല്ല. അവർക്ക് ആ പെയിന്റ് ബക്കറ്റിന്റെ അകത്തുള്ള കോയിൻ ഉണ്ടോന്ന് ഇങ്ങനെ കൈയിട്ട് നോക്കുന്ന ആൾക്കാരാണ് ഇനിയും. ഈ പെയിന്റേഴ്സ് ഇതിനകത്തുണ്ടെങ്കിൽ തെറ്റ് വിചാരിക്കരുതേ, ഞാൻ ഒരാളെ ഉദ്ദേശിച്ചല്ല പറയുന്നത്. ഇതാണ് പൊതുവെ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ വലിയൊരു സാധ്യതയാണ് ഉള്ളത്. നമ്മള് സുജിത് സർ ഒരു കഥ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? എത്ര പേർ കേട്ടിട്ടുണ്ട്? ഒരു യാചകൻ ഒരിടത്തിരുന്ന് ഇങ്ങനെ യാചിക്കുകയായിരുന്നു. അയാൾ ഇങ്ങനെ ദിവസം യാചിക്കുക 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 യാചിക്കുക, ജീവിക്കുക, കഴിക്കുക, അങ്ങനെ ഇങ്ങനെ പോവാണ്. ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ആ വണ്ടിന്ന് ഒരു വലിയൊരു പെട്ടി വീണ് കിട്ടി. ഒരു വലിയൊരു പെട്ടി വീണ് കിട്ടി. ആ പെട്ടി ഒന്ന് മൂപ്പർ എടുത്തു, ഇരുന്നു, വിരിച്ചു, അതിന്റെ മുകളിൽ തുണി വിരിച്ചു, അതിന്റെ മുകളിൽ കയറി ഇരുന്ന് പിന്നെ യാചിക്കാൻ തുടങ്ങി. ആ പെട്ടിയുടെ മുകളിൽ കയറി ഇരുന്ന് യാചിക്കാൻ തുടങ്ങി. ഓക്കെ, ഒരാൾ അയാളുടെ ജീവിതം കഴിഞ്ഞു, മരിച്ചു, ആ യാചകൻ മരിച്ചു. അയാളെ എടുത്ത് ഡിസ്പോസ് ചെയ്യാനാണ്. അങ്ങനെ അയാളെ ഒഴിവാക്കാൻ നേരത്ത് നോക്കുമ്പോ ആ ബോക്സ് തുറന്ന് നോക്കുമ്പോ ആ ബോക്സിന്റെ അകത്ത് കുറെ വൈരവും വൈഡൂര്യവും സ്വർണവും കാശും ഒക്കെയാണ് അതിന്റെ അകത്ത് ഉണ്ടായിരുന്നത്. ഓക്കെ, പക്ഷെ അയാളുടെ വിധി എന്തായിരുന്നു? യാചിക്കുക 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 തന്നെയായിരുന്നു. അപ്പൊ ഇതിന്റെ അകത്തുള്ള സാധ്യത ആർക്കും മനസ്സിലായിട്ടില്ല. പെയിന്റേഴ്സിനായാലും ശരി, കോൺട്രാക്ടേഴ്സിനായാലും ശരി, ആർക്കിടെക്ടിനായാലും ശരി, ഈ ഇതിലിരിക്കുന്ന ഇത്രയും ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് പോലും ശരിക്കും ഇതിന്റെ സാധ്യത മനസ്സിലായിട്ടില്ല. നിങ്ങൾ ഒരു വലിയൊരു സ്വർണ്ണപ്പെട്ടിയുടെ മുകളിൽ ഇരുന്നുകൊണ്ട് യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആരെയും കുറ്റം പറയല്ല, തെറ്റ് വിചാരിക്കരുത്. ഓക്കെ, മനസ്സിലാക്കാൻ വേണ്ടി പറയാ, വലിയൊരു സാധ്യതയാണ് നമ്മുടെ കയ്യിലുള്ളത്. തുളസി പെയിന്റ് നിങ്ങളുടെ ലൈഫ് മാറ്റി മറയ്ക്കാനുള്ള സംഭവം തുളസി പെയിന്റിന്റെ അകത്തുണ്ട്. നമ്മുടെ ലീഡേഴ്സ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ നിങ്ങള്? അതായത് ഒരു തട്ടിന്റെ മുകളിൽ, ഒരു തറാസിന്റെ തട്ടിന്റെ മുകളിൽ എല്ലാ സാധനവും, ന്യൂട്രിചാർജ് ശരി, ആർസിഎമ്മിന്റെ എല്ലാ സാധനം വെച്ചാലും ഒരു തട്ടിന്റെ മുകളിൽ പെയിന്റിന്റെ ബക്കറ്റ് വെച്ചാൽ അതാ താന്നിരിക്കാന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? പെയിന്റ് ബക്കറ്റ് വെയിറ്റ് കൂടുതൽ ഉള്ളതുകൊണ്ടാണ് മാഡം. അങ്ങനെയാണോ? പെയിന്റ് ബക്കറ്റ് വെയിറ്റ് കൂടുതൽ ഉള്ളതുകൊണ്ടാണ് മാഡം എന്നാണോ? അത് 20 ലിറ്റർ പറയുമ്പോൾ 30 kg ഉണ്ടാവില്ല, അതുകൊണ്ടാണ് മാഡം എന്നാണോ? അല്ല, അതിന്റെ PV കൂടുതലാണ്. ഇപ്പൊ ഞാൻ ടാർഗറ്റ് പറഞ്ഞല്ലോ, ഈ ടാർഗറ്റ് ചെയ്യുന്നത് എത്ര പേര് ചെയ്യും? ഇതിന്റെ അകത്ത് ഇപ്പോ 200, ഒരു മിനിറ്റ്, ആ 230, 38, 40 അടുക്ക ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞോണ്ട് തൊളിഞ്ഞു പോയതാണ്. തിരക്കാണ്, എല്ലാവർക്കും തിരക്കാണ്, സാറില്ല. എത്ര പേര് ചെയ്യും ഈ ടാർഗറ്റ്? എത്ര പേര് ചെയ്യും? ഐ എം ഡൺ. ഓക്കെ, ഓക്കെ, ഓക്കെ. ഇതെങ്ങനെ സിമ്പിൾ ആയിട്ട് എങ്ങനെയാ ചെയ്യാൻ പറ്റുക? സിമ്പിൾ ആയിട്ട് ഈ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. 15,000 PV എന്ന് പറഞ്ഞാല് ഓക്കെ, 30,000 റുപ്പീസിന് സാധനം മതി. 30,000 റുപ്പീസിന് സാധനം കൊടുത്താൽ നിങ്ങൾക്ക് 15,000 PV കിട്ടും.
അപ്പൊ എന്താ ചെയ്യാ? ഈ 30,000 റുപ്പീസ് അതിന് ആർക്കാ വേണ്ടിയത്? ഒരു ചെറിയ വീട്, ഡബിൾ ബെഡ്റൂം ഉള്ള വീട്, ചെറിയ വീട്, മേളില് ഫസ്റ്റ് ഫ്ലോറോ ഒന്നുമേ ഇല്ലാത്ത ഒരു ചെറിയ വീട് ഞാൻ പറയാം. ഇപ്പൊ കേരളത്തിലെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ആവശ്യത്തിന് വേണ്ടി വീടിന്റെ കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാല് എവിടെയും സിംഗിൾ ബെഡ്റൂം ഹൗസ് പോലും ഇല്ല. മിനിമം ഡബിൾ ബെഡ്റൂം ആണ് ഹൗസ്. പിന്നെ അതിന്റെ മുകളിലേക്ക് അങ്ങോട്ടേ ഉള്ളൂ. ചെറിയ വീടുകളൊന്നും എവിടെയില്ല. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു ചെറിയ വീട് എവിടെ ഇല്ലാത്തതുകൊണ്ട് കിട്ടിയില്ല എന്ന് പറയരുത് അടുത്ത ആഴ്ച കേട്ടോ. ചെറിയ വീട് എവിടെ ഇല്ല മാഡം എന്ന് പറയരുത്. ഓക്കെ, മിനിമം അവരൊരു 20 ലിറ്റർ പെയിന്റും ഒരു 20 ലിറ്റർ പെയിന്റും ഒരു 20 ലിറ്റർ പ്രൈമറും വാങ്ങിച്ചാൽ 20 ലിറ്റർ പെയിന്റ് 20 ലിറ്റർ പ്രൈമർ വാങ്ങിച്ചാൽ 20 ലിറ്റർ ഓൾറെഡി വാങ്ങിച്ച് 20 ലിറ്റർ പ്രൈസ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ അത് തന്നെ നിങ്ങൾക്ക് 7500 PVയുടെ അടുത്ത് കിട്ടും. 7000ന്റെ അടുത്ത് PV കിട്ടും. മിനിമം 20 ലിറ്ററും കൂടി തികയില്ല. ഒരു വീട് അത്യാവശ്യം അടിക്കുന്നുണ്ടെങ്കിൽ 40 ലിറ്റർ വേണ്ടി വരും. 40 ലിറ്റർ പെയിന്റും 40 ലിറ്റർ പ്രൈമറും വേണ്ടി വരും. അല്ലെ ഒരു 20 ലിറ്റർ പ്രൈമർ എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഈ ടാർഗറ്റ് ഈസി ആയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. ഒരു വീടാണ് നിങ്ങളുടെ അടുത്തുള്ളത്. കേരളത്തിൽ താമസിക്കുന്ന ആൾക്കാരെക്കാട്ടിലും വീട് കൂടുതലുണ്ടെന്നാണ്. കേരളത്തിൽ താമസിക്കുന്ന ആളിനെക്കാട്ടും, അതായത് ലാൻഡിങ് കപ്പാസിറ്റി ആളുകളെല്ലാം നിന്നായാൽ 3 ഇരട്ടി 4 ഇരട്ടി വീടുണ്ടെന്നാണ്. കപ്പാസിറ്റി, ലാൻഡിങ് കപ്പാസിറ്റി നോക്കിക്കഴിഞ്ഞാൽ അത്രയ്ക്ക് വീടുണ്ട്. സോ സാധ്യത എവിടെയുള്ളത്? നിങ്ങളെ തൊട്ട അയൽവക്കിലുണ്ട് സാധ്യത. ഓക്കെ, സോ എല്ലാവരും ഒന്ന് ഇറങ്ങാം. എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ടാർഗറ്റ് ആണ് 15,000 റുപ്പീസ്. എല്ലാവരെയും ബോട്ടിൽ, ഈ കാണുന്ന എല്ലാവരെയും ബോട്ടിൽ ഞാൻ കാണണം. ഓക്കെ, നമ്മൾ എല്ലാവരും എൻജോയ് ചെയ്യണം. അല്ലേ? അല്ലേ? എസ് അടിക്കൂ, എസ് അടിക്കൂ, അല്ലെങ്കിൽ ഒരു എനർജി ലെവൽ ഉണ്ടാവൂല. എസ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച് മാം. ജെമിനി മാം മതി, ഇത്രയ്ക്ക് ക്ലാസ് മതി. കുറെ കൊടുത്താൽ ഇവർക്ക് എല്ലാവർക്കും ബോറടിക്കും. എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുള്ള സമയമുണ്ടോ? എന്താ മാം? ഡൗട്ട് എന്തെങ്കിലും ചോദിക്കാനുള്ള? ഒരു കുഴപ്പമില്ല. ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട് ചോദിക്കാണെങ്കിൽ വേഗം ഹാൻഡ് റൈസ് ചെയ്ത്, നമുക്കൊരു 10 മിനിറ്റ് ഉണ്ട്. ഡൗട്ട് ആർക്കും ഇല്ലേ? മേഡം ആദ്യം പറഞ്ഞ പോലെ ഒന്നുകിലെല്ലാം അറിയാം അല്ലെങ്കിൽ ഒന്നും അറിയില്ല. എല്ലാം അറിയാവുന്ന ആൾക്കാരാ, അങ്ങനെ പറഞ്ഞാ മതി. ശരിക്കും പറഞ്ഞ മേഡം ആ സ്റ്റോറി പറഞ്ഞ പോലെ നമ്മള് എല്ലാവരും ഒരു നിധിയുടെ പുറത്തായിരിക്കുന്നത്. അതിനുള്ളിൽ എന്താണെന്ന് ആ യാചകൻ അറിഞ്ഞില്ല അല്ലേ? അതിന്റെ മുകളിൽ ഇരുന്ന ആള് വീണ്ടും ആ ചെയ്തുകൊണ്ടിരുന്ന ജോലി തന്നെ ചെയ്തു. പക്ഷെ അതൊന്ന് തുറന്നു നോക്കിയിരുന്നെങ്കിൽ എന്താ അതിനുള്ളിൽ അറിഞ്ഞ? അന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ ഓരോരുത്തരും പറഞ്ഞ പോലെ ഇത്രയും ഏറ്റവും കൂടുതൽ PV ഉള്ളത് പെയിന്റിനാണ്. എന്നിട്ടും നമ്മൾ അതിന്റെ മുകളിൽ ഇങ്ങനെ ഇരുന്നിട്ട് സംശയത്തോടു കൂടി ഇരിക്കുകയാണ്. നമുക്ക് ഇത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാനായിട്ട് ഇവിടെ ആളുള്ളപ്പം, അല്ലെങ്കിൽ നമുക്ക് എന്ത് സംശയങ്ങളും ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ നമുക്കിവിടെ ആൾക്കാരുണ്ട്. മേഡം ആണ് എന്തിനും റെഡിയാ, ക്ലാസ് എടുക്കാനും ഡൗട്ട് ക്ലിയർ ചെയ്താനും ഒക്കെ റെഡിയാണ്. അപ്പം ഡൗട്ട് ആർക്കും ഇല്ലേ? ഒരാൾ പോലും ഹാൻഡ് റൈസ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ. സിന്ധു ചെയ്തിട്ടുണ്ട് മാം, ഞാനും ശ്രദ്ധിച്ചില്ല. കണ്ടില്ലായിരുന്നു, സോറി. സിന്ധു മേഡം കോ-ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്, സംസാരിച്ചോളൂ. ജയർസ്യം സുജാമേം ജയർസ്യം. എനിക്കൊരു പെയിന്ററെ എൻ്റെ ഇതിൽ കിട്ടിയിട്ടുണ്ട്. അന്നപ്പോ ഞാൻ ഇന്നിപ്പോ അവരുടെ അടുത്ത് അവര് എറ്റർനെറ്റിനെ പറ്റി ചോദിച്ചു. നമുക്ക് ഇങ്ങനെ ഒരു ചോർച്ചയ്ക്കൊക്കെ പറ്റുന്നത് ഏതാ എന്താ മാം എറ്റർനിറ്റി? എന്ത് പറ്റി? സിന്ധു മാമിന് എന്താ നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. സാറല്ല, സിന്ധു മാം ദിവസം എന്നെ കാണുന്നതാണ് മോർണിംഗ് മീറ്റിംഗില്. സിന്ധു മാം അവിടെ നിന്ന് ചോദിക്കാവുന്നതാണ്. അല്ല, എന്റെ നമ്പർ കയ്യിലുണ്ടാവും, എനിക്ക് വാട്സ്ആപ്പ് ചെയ്തോളി, ഒരു പ്രശ്നമില്ല. രവീന്ദ്രൻ സാർ, രവീന്ദ്രൻ VM കോ-ഹോസ്റ്റ് ആക്കിയിട്ട് സംസാരിച്ചോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. ഞാന് സാറിപ്പം മേഡം ഇപ്പം പറഞ്ഞ പോലെ നമ്മളെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിട്ട് 2 വീടിന് എറ്റേണിറ്റി അടിക്കാൻ വേണ്ടി ടെറസിന്റെ മുകളില്, അപ്പൊ അതിന്റെ മിക്സിയും കാര്യങ്ങളും എങ്ങനെയാണ് എന്ന് ഒന്ന് പറഞ്ഞാൽ. ഹലോ. സിന്ധു മാം അത് കേട്ടില്ലായിരുന്നു. നെറ്റ് കട്ടായി പോയി മാം. നോ പ്രോബ്ലം, നോ പ്രോബ്ലം മാം. എനിക്ക് മെസ്സേജ് വിട്ടോളി, വാട്സാപ്പിൽ മെസ്സേജ് വിട്ടോളി. എറ്റർനിറ്റിയുടെ ക്ലാസ് ഓൾറെഡി എടുത്തതാണ് രവീന്ദ്രൻ സർ. അതെ, ഞാൻ മേഡം അന്ന് പങ്കെടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ, നോ പ്രോബ്ലം, ഞാൻ പറഞ്ഞുതരാം, ഒരു കുഴപ്പമില്ല.
അതായത് 3 കോട്ടാണ് എറ്റർനിറ്റി ടെറസിന് മുകളിൽ കൊടുക്കുമ്പോൾ 3 കോട്ടാണ് കൊടുക്കേണ്ടത്. ഫസ്റ്റ് കോട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. 100% വാട്ടർ മിക്സ് ചെയ്യാം. 100%, അതായത് 1 ലിറ്ററിന് 1 ലിറ്റർ വെള്ളം മിക്സ് ചെയ്തിട്ട് ഫസ്റ്റ് കോട്ട് കൊടുക്കാം. അത് എങ്ങനെ വേണമെങ്കിലും കോട്ട് കൊടുക്കാം, പ്രശ്നമില്ല. പക്ഷെ സെക്കൻഡ് കോട്ട് കൊടുക്കുമ്പോൾ 1 ലിറ്ററിന് 250 ml 250 ml 1:4 4 ഒരു ഭാഗമാണ് വെള്ളം മിക്സ് ചെയ്യേണ്ടത്. 250 ml വെള്ളം 1 ലിറ്ററിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് അത് 25 സ്ക്വയർ ഫീറ്റേ കിട്ടാവൂ. അതിൽ കൂടുതൽ വലിച്ചെടുക്കരുത്, നീട്ടിയൊന്നും പിടിക്കരുത്. പിന്നെ അത് കൊടുക്കുമ്പോൾ ഏത് സൈഡാണ് കൊടുക്കുന്നത്, ഹരിസോണ്ടൽ ആണെച്ചാൽ ഹരിസോണ്ടൽ, വെർട്ടിക്കൽ ആണെച്ചാൽ വെർട്ടിക്കൽ, ഏതെങ്കിലും ഒരു ഭാഗം മാത്രമേ പിടിച്ചടിച്ചോണ്ട് പോവാം. മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് ഫൈബർ കണ്ടൻസ് കൂടുതലായിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും റിവേഴ്സ് അടിക്കുമ്പോൾ ഈ ഫൈബർ കണ്ടൻസ് പൊന്തി നിൽക്കും. അപ്പൊ സെക്കൻഡ് കോട്ട് കൊടുക്കുമ്പോൾ അതിങ്ങനെ തെറിച്ച് തന്നെ നിൽക്കുക ചെയ്യാം. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് സെക്കൻഡ് കോട്ട് ഏത് സൈഡാ കൊടുക്കുന്നത് വെച്ചാൽ ഒറ്റ സൈഡേ കൊടുക്കാവൂ. തേർഡ് കോട്ട് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൊടുക്കുക. തേർഡ് കോട്ട് നമുക്ക് മിക്സ് ചെയ്യുന്നത് 25% വാട്ടർ മിക്സ് ചെയ്യാവൂ. 1 ലിറ്ററിന് 250 ml വെള്ളം മിക്സ് ചെയ്ത് ഫിക്സ് ചെയ്യുക. 25 സ്ക്വയർ ഫീറ്റ് കൂടുതൽ വലിച്ചെടുക്കാൻ പാടില്ല. ഓക്കെ, JRCM സർ. അപ്പൊ ഒരു 1000 സ്ക്വയർ ഫീറ്റ് നമുക്ക് എത്ര പെയിന്റ് വേണ്ടി വരും? അത് സാർ ആദ്യം എടുത്തിട്ട് സർഫേസ് അളന്ന് നോക്കിയിട്ട് നമ്മൾ അവിടെ പോകുമ്പോൾ ഫസ്റ്റ് കോട്ട് ഉണ്ടല്ലോ, അത് ചിലപ്പോൾ കുറെ ഹോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഫില്ലാവും. അതുകൊണ്ട് സ്ഥലത്തിനനുസരിച്ച് വേറി ആവും. സാർ എനിക്ക് മെസ്സേജ് ചെയ്തോളി, അല്ലെ കറക്റ്റ് ആയിട്ട് ഫോട്ടോ എടുത്തിട്ടോ അല്ലെ വീഡിയോ എടുത്തിട്ടോ എനിക്ക് വിടി. അതിനുള്ള ആൻസേഴ്സ് ഞാൻ പറഞ്ഞു. JRCM. താങ്ക് യു. ഓക്കെ മാഡം, JRCM. ഓക്കെ, Thank you. അനിതാകുമാരി മാഡം ഹോസ്റ്റ് ആക്കിയിട്ടുണ്ടേ, സംസാരിച്ചോളൂ. അനിതാകുമാരി ഹാൻഡ് റൈസ് ചെയ്തായിരുന്നല്ലോ, കേൾക്കുന്നില്ല മാഡം? ഓക്കെ, അടുത്തത് സുനിൽ റാം. സാർ മ്യൂട്ട് സുനിൽ ആണ്. റാം കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്, സംസാരിച്ചോളൂ. നമുക്ക് പുതിയൊരു ബിൽഡിംഗിൽ നമുക്ക് പ്രൈസ് അടിക്കുകയാണെങ്കിൽ നമുക്ക് വൈറ്റ് സിമെന്റ് അടിച്ചിട്ട് ചെയ്യാണ് നല്ലത്, അതോ നമ്മൾ പ്രൈസ് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നാണ് എന്റെ സംശയം. ഈ വൈറ്റ് സിമെന്റ് എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ചാല് നമ്മള് ചുമർ ഓൾറെഡി സിമെന്റ് വെള്ളം കൂട്ടിയിട്ടാണ് അടിച്ചിട്ടുള്ളത്. വൈറ്റ് സിമെന്റും അതേപോലെ തന്നെ വെള്ളം കൂട്ടിയിട്ടാണ് അടിക്കുക. അത് വാട്ടർ സർഫേസ് ആണ്. ഓക്കെ, നമ്മൾ പൊതുവെ അത് മാർക്കറ്റിൽ കണ്ടുവരുന്ന സ്വഭാവമാണ് അടിക്കുന്നെന്നുള്ളത്. അത് മസ്റ്റായിട്ട് അവർ ചെയ്യും. അതിന്റെ മുകളിലേക്ക് നമുക്ക് പ്രൈസ് കൊടുക്കുന്നുണ്ട്, യാതൊരു കുഴപ്പമില്ല. പക്ഷെ അതിന് പകരം സിമെന്റ് പ്രൈമർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും നമ്മുടെ സിമെന്റ് പ്രൈമർ തന്നെ നമുക്ക് അവൈലബിൾ ആണ്, പോളാർ സിമെന്റ് പ്രൈമർ. അത് വേണമെങ്കിൽ അവർക്ക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ അത് ഒരു കോട്ട് കൊടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് പ്രൈസ് കൊടുത്തിട്ട് വർക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കാം, ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോ അവർക്ക് പുറത്തെ മാർക്കറ്റിൽ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തോട്ടെ, ഒരു പ്രശ്നം. ഞാൻ പറഞ്ഞല്ലോ, ആരെയും നമ്മൾ വിരോധിക്കണ്ട, നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. ഓക്കെ, താങ്ക് യു സർ. JRCM. സുനിൽ രാം സാറൊക്കെ എന്ന് നമ്മൾ സംസാരിക്കുന്ന വാട്സാപ്പ് ഇട്ടാൽ മതിയല്ലോ. പക്ഷെ ഒരു കാര്യം ഇങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ, അത് നല്ല കാര്യം. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു. ഓക്കെ, താങ്ക് യു സർ. JRCM. കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അടുത്തയാള് സംസാരിച്ചോളൂ സാർ. കുമാരൻ, അത് കുമരനാണോ? പോയോ? സാറിന് നെറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഉണ്ടോ? JRCM കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ. പറഞ്ഞോളൂ സാർ. അതെ, പിന്നെ നമുക്ക് ഇവിടെ പയ്യോളിയാണ്. ഈ പയ്യോളി പക്ഷെ 1 ലിറ്റർ 2 ലിറ്റർ ഇങ്ങനെയുള്ള പെയിന്റിന് ഡബ്ബി വരാത്തൊരു പ്രയാസമുണ്ട്. ചില ആൾക്കാർ ഇങ്ങനെ പിന്നെ 5 ലിറ്റർ ഉണ്ടോ 2 ലിറ്റർ ഉണ്ടോ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് പല കളറുമായിട്ടുള്ള നമുക്ക് ഇവിടെ പയ്യോളി ഇപ്പം പിന്നെ പ്രൈമറിയും മറ്റേ വൈറ്റും മാത്രമല്ലേ വരുന്നുള്ളൂ. സാറിന്റെ ആക്റ്റീവ് അപ്ലൈൻ ലീഡർ ആരാന്ന് വെച്ചാൽ അവരോട് ഇതൊന്ന് പറയാ. പയ്യോളിയിലുള്ള PUCയിൽ സാധനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറയാ. അങ്ങനെ അവർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആക്റ്റീവ് അപ്ലൈൻ ടെക്നിക്കൽ അച്ചീവർ. പയ്യോളിയിലൊക്കെ നിറയെ ലീഡേഴ്സ് ഉണ്ടല്ലോ, ഓൾറെഡി ഉണ്ടല്ലോ അവിടെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ. ഒന്ന് അവരുമായിട്ട് ബന്ധപ്പെടുക. അവർ ചെയ്തു തരുന്നില്ല എന്നുണ്ടെങ്കിൽ സാർ എനിക്കൊരു മെസ്സേജ് ചെയ്തോളി, എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തു തരും. ഇവിടെ കോഴിക്കോട് എന്നല്ല, ഞാന് പയ്യോളി അല്ല, കർണാടക വരെ തമിഴ്നാട് വരെ എല്ലാവർക്കും സാധനം അയക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ അത് അവിടെ ഉള്ളവർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്തു കൊടുക്കാം. ഓക്കെ സർ. സദാനന്ദനീയം സാറിനെ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ടേ. JRCM മാഡം. JRCM സംസാരിച്ചോളൂ സാറേ. പറഞ്ഞോളൂ സർ. ഞാന് ബാലുശ്ശേരി
ആർസിഎമ്മിന്റെ ഔട്ട്ലെറ്റ് തുടങ്ങുന്നുണ്ട്. അപ്പൊ നാളെ പെയിന്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഒറിയയും പ്രൈസ് ആണ് ഇട്ട് അതിന് വളരെ സംശയമുണ്ട്. അത് നിശ്ചയം ചെയ്യേണ്ട എന്ന് ഞാൻ പറഞ്ഞു തന്ന ഉപകാരം. സർ ഒന്നുകൂടി പറയോ, ഏത് പെയിന്റ് ആണ് എടുത്തത്? ഒറിയ പ്രൈസ്. ഓറിയയും പ്രൈസ്. ഓക്കെ, പ്രൈസ് എന്ന് പറയുന്നത് പ്രൈമർ ആണ്. നിങ്ങൾ പെയിന്ററിനൊക്കെ പറഞ്ഞ് പ്രൈമർ അടിക്കുന്ന രീതിയിൽ അത് പ്രൈമർ അടിക്കാൻ പറയാം. 50% വെള്ളം മിക്സ് ചെയ്യാം. 40 to 50% വെള്ളം മിക്സ് ചെയ്ത് പ്രൈമർ കൊടുക്കുക. അത് കഴിഞ്ഞ് അതിന്റെ മുകളിലേക്ക് ഓറിയ കൊടുക്കുക. അതും നമുക്ക് 50 to 60% വാട്ടർ മിക്സ് ചെയ്യാവുന്നതാണ്. അവരോട് പറഞ്ഞാൽ മതി, ഒരു 50% വാട്ടർ മിക്സ് ചെയ്തിട്ട് അടിക്കാൻ വേണ്ടി പറഞ്ഞാൽ മതി. വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അവിടെ സർഫേസ് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ആ സർഫേസിന്റെ കാര്യങ്ങൾക്ക് ക്ലിയർ ചെയ്തിട്ട് ചെയ്യാം. അത് പുതിയ ബിൽഡിംഗ് ആണോ പഴയ ബിൽഡിംഗ് ആണോ സർ? പഴയ ബിൽഡിംഗ് ആണ്. അപ്പോൾ സർഫേസിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് നിങ്ങൾ പെയിന്ററിനൊക്കെ പറഞ്ഞ് അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി പറയാം. വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പ്രൈം അടിച്ച് എത്ര ടൈം കഴിയണം മറ്റേ എമൽഷൻ അടിക്കണത്? പ്രൈമർ 50% വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ല, പ്രൈമറോ എമൽഷനോ എത്ര ഗ്യാപ്പിൽ അടിക്കണം എന്നാണ്? 4 hours to 6 hours ഏത് പെയിന്റ് ആയാലും ഉണങ്ങാനുള്ള സമയം കൊടുക്കണം സാർ. പ്രൈമർ ആയാലും ഉണങ്ങാനുള്ള സമയം കൊടുക്കണം. കടയായതുകൊണ്ട് പെട്ടെന്ന് തീർത്ത് പോകണ്ട. ഒരു സൈഡ് കൊടുത്തിട്ട് അടുത്ത സൈഡ് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു 4 മണിക്കൂർ ഗ്യാപ്പ് വെച്ചിട്ട് അത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ മതി. ബാക്കിയുള്ള പെയിന്റ് ഒക്കെ അടിക്കുന്ന മാതിരി ചടച്ചടാന്ന് അടിച്ചു പോകണ്ട. അന്നേരം നല്ല റിസൾട്ട് ഉണ്ടാവും. ചടച്ചടാ അടിച്ചു പോകുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല കേട്ടോ. പക്ഷെ നല്ല റിസൾട്ട് വേണമെങ്കിൽ അതിന്റെ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അത്രയേ ഉള്ളൂ. താങ്ക് യു മാഡം. താങ്ക് യു സർ. ജയ ആസിഫ്. വേറെ ആരെങ്കിലും ഉണ്ടോ മാം? വേറെ ആരെങ്കിലും വോയിസ് ആക്കിയിട്ടുണ്ടോ? വിജയശ്രീ മാം എന്തൊരു നിഖിൽ സർ. നമസ്കാരം, JRCM. സാർ, മാഡം ഇത് ചോദിച്ചത്, നമ്മൾ ഇതിൽ 15,000 ഒരു ടാർഗറ്റ് പറഞ്ഞു. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ എങ്ങനെയാണ് നമുക്കത് അതിലേക്ക് എത്താൻ പറ്റുക? അത് ലിങ്ക് വഴി ചെയ്യാനുണ്ടോ? 1. 2, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഓറിയ പെയിന്റ് അടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ പെയിന്റർ ഇങ്ങോട്ടൊരു കംപ്ലൈന്റ് പോലെ പറഞ്ഞതാണ്. കംപ്ലൈന്റ് ആയിട്ടില്ല. പെയിന്റ് വെള്ളം മിക്സ് ആക്കി വെച്ചിട്ട് രാത്രി പോയി പിറ്റേ ദിവസം കഴിയുമ്പോഴത്തേക്കും വെള്ളം മുകളിൽ കോഴി നിൽക്കുന്നു, പെയിന്റ് താഴെ നിൽക്കുന്നു. അപ്പൊ അതെന്താണ് കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് കൂടുതൽ അറിഞ്ഞാൽ കൊള്ളാറുണ്ട്. ഇല്ല, അത് മിക്സ് ചെയ്തതിന്റെ കുഴപ്പമാണ്. വേറെ ഒരു കുഴപ്പമില്ല. ഒന്നുകൂടി മിക്സ് ചെയ്താൽ മതി. അത് ഉടനെ തന്നെ അങ്ങനെ ആവൂല. കുറച്ച് സമയം വെച്ചിരുന്നാലേ അങ്ങനെ ആവുള്ളൂ. അത് എല്ലാപ്പോഴും ആവൂല, ചില സമയത്ത് മാത്രമേ അങ്ങനെ ആവുള്ളൂ. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അത് നമുക്ക് വീണ്ടും മിക്സ് ചെയ്തിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അതൊരു വിഷയമല്ല. ഓക്കെ, താങ്ക് യു സർ. ലിങ്കിന്റെ ലിങ്ക് സോറി, അത് വന്നിട്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്പിൽ തന്നെ നിങ്ങൾക്ക് കാണാം നിങ്ങൾ പെയിന്റിന്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടോ. ഇതിന്റെ ടാർഗറ്റ് കഴിഞ്ഞാണ് 31st ആകുമ്പോൾ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ടാർഗറ്റ് കഴിഞ്ഞോണ്ട് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരും. അതിന്റെ ഡേറ്റും അനൗൺസ് ചെയ്യും. എന്നത്തേക്കായിരിക്കും എന്നുള്ളതൊക്കെ അനൗൺസ്മെന്റ് ഉണ്ടാവും. എല്ലാ ആഴ്ചയും നമ്മൾ കാണുന്നുണ്ടല്ലോ. എന്തായാലും അപ്ഡേറ്റ്സ് ഞാൻ തരുന്നുണ്ടാവും. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. സാജിദ് റഹ്മാൻ സാർ, സാറിനെ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചോളൂ. JRCM. പിന്നെ ഈ ടാർജറ്റ് എത്ര മാർച്ച് വരെ ഉള്ളൂ? എങ്ങനെയാണ് ഇത്? 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെ ഉള്ളൂ. മാർച്ച് 1 മുതൽ മാർച്ച് 31st വരെ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, അതൊന്നും അറിയാൻ വേണ്ടിയാണ്. ഓക്കെ, JRCM. ഓക്കെ, അടുത്തത് ബഷീർ പൂരാച്ചുണ്ട് സാർ. സാറിനെ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്, സംസാരിച്ചോളൂ. ബഷീർ സാർ. മാഡം, ഓക്കെ, ഞാൻ പറഞ്ഞു ചോദിക്കുന്നത്, നമ്മളെ RCMന്റെ പെയിന്റ് ഗ്രീൻ സർട്ടിഫൈഡ് ആണെന്ന് പറയുന്നുണ്ടല്ലോ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു. ഗ്രീൻ സർട്ടിഫൈഡ് ആരാ സാർ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നമ്മളെ പെയിന്റിൽ അതിന്റെ കാറ്റലോഗിലൊക്കെ കാണാലോ ഗ്രീൻ. ലെഡ് ഇല്ല, മെർക്കുറി ഇല്ല, ഹെവി മെറ്റൽസ് ഇല്ല എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഗ്രീൻ സർട്ടിഫിക്കറ്റ് നമ്മൾ അവകാശപ്പെട്ടിട്ടില്ല. VOC കണ്ടന്റ് കുറവാണ്. അത് തെറ്റായ രീതിയാണ് ആ പറയുന്നത്. ഗ്രീൻ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. ഇറ്റ് ഈസ് നോട്ട് ഗ്രീൻ സർട്ടിഫിക്കറ്റ്. ഈ പെയിന്റുമായിട്ട് അതിന്റെ പരസ്യം ഇതിന്റെ RCMന്റെ കാറ്റലോഗിലൊക്കെ ഗ്രീൻ സർട്ടിഫൈഡ് എന്ന് കാണുന്നു.
ഗ്രീൻ സർട്ടിഫിക്കറ്റോ? ഏത് കാറ്റലോഗിലാണ് കണ്ടത് സർ? ഇത് പിന്നെ മുജീബ് റഹ്മാൻ എന്ന് പറഞ്ഞ ഒരാള് പ്രിന്റ് ചെയ്തിരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ. അതൊന്നും സ്വന്തമായിട്ട്, അതായത് ന്യൂട്രിചാർജ് സാധനങ്ങൾ മരുന്നാന്ന് പറഞ്ഞ് കൊടുക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ? ആ അല്ലേ? പക്ഷെ അത് മരുന്നാണോ? അല്ല 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 സപ്ലിമെന്റ് ആണ്. അതേപോലെ ഈ കമ്പനിയുടെ ബ്രൗസറിന്റെ അകത്ത് ഞാൻ എല്ലാ ഭാഗവും വായിച്ചിട്ടുള്ളതാണ്. ഇതിന്റെ അകത്തോ അല്ല കമ്പനിയുടെ ആപ്പിലോ എവിടെയും നമ്മൾ ഗ്രീൻ സർട്ടിഫൈഡ് ആണെന്ന് പറഞ്ഞ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടില്ല. വി ആർ ഓൺലി ലെഡ് ഇല്ല, മെർക്കുറി ഇല്ല, ഹെവി മെറ്റൽ ഇല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മുടെ ആപ്പിലും ഉണ്ട്. ഓക്കെ, നോ വരി. എനിക്ക് ഒരാള്, നിങ്ങൾ തന്നെയാണോന്ന് എനിക്കറിയത്തില്ല, വാട്സാപ്പിൽ എനിക്ക് ചോദ്യം ചോദിക്കുന്നത് ഇങ്ങനെ ഗ്രീൻ സർട്ടിഫിക്കറ്റ് ആണോ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിന് ഞാൻ റിപ്ലൈ കൊടുക്കാത്ത കാരണം അതാണ്, അത് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അല്ല അങ്ങനെയാണെങ്കിൽ ഇത് ഒരു കേരളത്തിൽ ഇഷ്ടംപോലെ വിറ്റയച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ്. നമ്മൾ ലീഡേഴ്സ് പ്രൊമോട്ട് ചെയ്തിട്ടാണ് ഇത് കൊടുക്കുന്നത്. അതിലുള്ളത് ഏത് ബുക്കാണ്? അതിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ സാർ എനിക്കൊന്ന് വാട്സാപ്പ് ചെയ്യൂ. ഞാൻ അതിനുള്ള നടപടി എന്താ വെച്ചാൽ. അല്ല, ഞാനത് വാട്സാപ്പിൽ ഫോട്ടോ വിട്ടിട്ടുണ്ടല്ലോ മാഡം. എന്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് വിട്ടിട്ടുണ്ടോ? ഇപ്പൊ വിട്ടിട്ടുണ്ടോ? അല്ല, ഇതിനു മുമ്പ് കുറച്ചു മുമ്പ് ഞാൻ ചോദിച്ചിരുന്നു. അതിൽ ഗ്രീൻ കാണുന്നത് സർട്ടിഫൈഡ് ആണോ എന്ന് ചോദിച്ചിട്ടാണ് എനിക്ക് വാട്സാപ്പ് വന്നത്. അതെ, 25 വർഷത്തെ സേവന പാരമ്പര്യം, ഗ്രീൻ സർട്ടിഫൈഡ് പെയിന്റ്, പരിസ്ഥിതി. wrong method of selling. That is the wrong method of selling, sir. നിങ്ങൾ അതെനിക്ക് ആരാ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അത് ഫോട്ടോ അടക്കം എനിക്ക് പിടി, ഞാൻ അതിനുള്ള ആക്ഷൻസ് എടുക്കും. ഓക്കെ. അതുപോലെ പരിസ്ഥിതി സൗഹൃദം, ലെഡ്, മെർക്കുറി, അമോണിയ ഇല്ലാത്തത്, നാനോ കട്ടിംഗ്, ഇലക്ട്രോമെറിക് പ്രോപ്പർട്ടി, ലാബ് സർട്ടിഫിക്കറ്റ് പ്രോഡക്റ്റ്, ഇങ്ങനെ 40 സർട്ടിഫിക്കറ്റ് ആണ്, നാനോ ടെക്നോളജി ആണ്, നാനോ കട്ടിംഗ് ടെക്നോളജി ആണ്, അതൊക്കെ സർട്ടിഫൈഡ് ആണ്. ഫൈബർ പാർട്ടിക്കിൾസ് ഉണ്ട്, അതൊക്കെ ഉണ്ട് നമുക്ക്. അതൊന്നും വിഷയമല്ല. ഈ ഗ്രീൻ മാത്രം സാർ പറഞ്ഞത്, ഈ ഗ്രീൻ മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാം ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ സർ. ഓക്കെ ഓക്കെ ഓക്കെ, ഒരാളെ കൂടെ ഹോസ്റ്റ് ആക്കിയിട്ട് ഷാജി സാർ. ഷാജി. ഓക്കെ മാഡം, താങ്ക് യു JRCM. എനിക്ക് ചോദിക്കാനുള്ള 3 കാര്യങ്ങളാണ്. ഒന്ന്, 1000 സ്ക്വയർ ഫീറ്റ് നമുക്ക് പ്രൊഡക്റ്റ് അടിക്കുമ്പോൾ എത്രയാണ് അതിന്റെ പ്രൈസ് വരുന്നത്? പിന്നെ പെയിന്റ് അടിച്ച പ്രതലത്തിൽ അത് അടിക്കാൻ രണ്ടാമത് അപ്ലൈ ചെയ്യും. ഇപ്പൊ നമ്മുടെ സെൻസേഡ് കിട്ടിയിരിക്കുന്ന സ്ഥലത്ത് രണ്ടാമത് അടിക്കാൻ പറ്റുമോ? പിന്നെ ഇതിന് പൂപ്പാല് പെട്ടെന്ന് പിടിക്കുമോ? അത്രയും കാര്യമാണ്. ഒന്ന് ക്ലിയർ ആക്കി തന്നാൽ നന്നായിരിക്കും മാഡം. ഒരു വീട്ടില് ഒരു ഗസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, ഒരു ചെറിയൊരു കഥ. ഒരു വീട്ടിലേക്ക് കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് ഫുഡ് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഓക്കെ, ആ വരുന്നവര് എത്ര കഴിക്കും നമുക്കറിയാൻ പറ്റുമോ? ചിലപ്പോൾ അവർ അധികം കഴിക്കും, ചിലപ്പോൾ കുറച്ച് കഴിച്ചിട്ട് പോകും. അപ്പൊ ബാക്കി വരാനുള്ള സാധ്യതയുണ്ട്, കൂടുതൽ ചെലവാവാനുള്ള സാധ്യതയുണ്ട്, അല്ലെ? തികയാതെ പോവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ഈ ടെറസിൽ എന്തൊക്കെയാണ് ക്രാക്ക് ഉള്ളത്, എവിടൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത് എനിക്കറിയില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമുക്ക് പ്രൂവൺ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് 25 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വലിക്കാൻ പാടില്ല. നമ്മള് ടെറ്റനറ്റി വന്ന് 25 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ രണ്ടാമത്തെ കോട്ടും മൂന്നാമത്തെ കോട്ടും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 ലിറ്ററിൽ 25 സ്ക്വയർ ഫീറ്റ് എടുക്കാൻ പാടുള്ളൂ. അപ്പൊ 20 ലിറ്ററിന് എത്ര സ്ക്വയർ ഫീറ്റ് കിട്ടും? സാർ പറഞ്ഞോളി. 250 500 സ്ക്വയർ ഫീറ്റ്. ഓക്കെ അല്ലേ? അപ്പൊ ഒരു കോട്ടില് 500 സ്ക്വയർ ഫീറ്റ്. ഒരു കോട്ടിനാണ് 500 സ്ക്വയർ ഫീറ്റ് കിട്ടിയത്. നമ്മൾ തേർഡ് കോട്ടും കൊടുക്കുന്നുണ്ട്, അതിന് 500 സ്ക്വയർ ഫീറ്റ് കിട്ടി. അപ്പൊ 20 ലിറ്ററിൽ 500 സ്ക്വയർ ഫീറ്റ് നമുക്ക് 2 കോട്ട് കിട്ടിയിട്ടുള്ളൂ. മനസ്സിലായോ? ആദ്യത്തെ കോട്ട് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. നമ്മൾ 100% വാട്ടർ മിക്സ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ആ ഏരിയയിലാണ് നമുക്ക് കുറച്ച് കൂടുതൽ ചെലവാകാൻ സാധ്യതയുണ്ട്. അത് ഡ്രൈ ആവണം 4 hours. ഇത് ഓരോ കോട്ടിനും 4 hours ടൈമിംഗ് കൊടുക്കണം. അതേപോലെ എട്ടനറ്റി അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെയിലില്ലാത്ത സമയത്ത് വേണം അടിക്കാൻ. ഒന്നീ രാവിലെ തന്നെ അടിക്കുക, അല്ലെ വൈകുന്നേരം വെയിൽ തോർന്നതിന് ശേഷം വേണം അടിക്കാൻ. ആദ്യത്തെ കോട്ട്, അതായത് ഫസ്റ്റ് കോട്ട് കൊടുത്തതിന് ശേഷം അതങ്ങോട്ട് വിടുക. പിറ്റേന്ന് വന്നിട്ട് സെക്കൻഡ് കോട്ട് കൊടുക്കുക, അല്ലെ വൈകുന്നേരം കൊടുക്കുക. രാവിലെയാണ് ചെയ്യുന്നത് വെച്ചാൽ വൈകുന്നേരം കൊടുക്കുക, വൈകുന്നേരമാണ് ചെയ്യുന്നത് വെച്ചാൽ പിറ്റേന്ന് രാവിലെ കൊടുക്കുക. അങ്ങനെ മാറ്റി മാറ്റി വേണം സർഫേസ് കൊടുക്കാൻ. സോ എക്സാക്ട് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്ഥലവും കാര്യങ്ങളും എനിക്ക് വീഡിയോ വിട്ട് കഴിഞ്ഞാൽ ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം.
അല്ലാന്നുണ്ടെങ്കിൽ സാറിന് ഇങ്ങനെ ഏകദേശം കണക്കെടുക്കാവുന്നതാണ്. 25 സ്ക്വയർ ഫീറ്റ് വെച്ച് 1 ലിറ്ററിന് കണക്ക് കൂട്ടിയിട്ട് സാറിന് കൊടുക്കാവുന്നതാണ്. ഓക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു, ക്രാക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കാതെ ചെയ്യാൻ പാടില്ല. ചിലയിടത്തൊക്കെ സ്ലാബ് ഒക്കെ വാർത്തയായിരിക്കും, ആ സ്ലാബ് ഒക്കെ പൊളിഞ്ഞു പോകുന്നിട്ടൊക്കെ ഉണ്ട്. എനിക്ക് അയച്ച വീടുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെ വലിയ വലിയ ക്രാക്കുകൾ ഈ പാരപ്പെട്ട് ജോയിൻ ചെയ്യുന്ന സ്ഥലത്തൊക്കെ വലിയ വലിയ ക്രാക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടെയൊക്കെ നമ്മൾ എറ്റർനിറ്റി മാത്രം പോരാ, വാട്ടർ പ്രൂഫിംഗ് എന്ന് പറഞ്ഞ് വേറെ സാധനം തന്നെ മാർക്കറ്റിൽ കിട്ടാനുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ വാങ്ങിച്ച് ഫിൽ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ പുട്ടിയൊക്കെ വെച്ച് ആ സ്ഥലമൊക്കെ ഫിൽ ചെയ്ത്, അല്ലെ വീണ്ടും സിമെന്റ് അവർ പൂശുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അതൊക്കെ പൂശിയിട്ട് വേണം നമ്മളെ കാര്യങ്ങൾ ചെയ്യാൻ. അതേപോലെ ഡേർട്ട് കുറെ ഉണ്ടാവും. പൂപ്പലും പായലും ഏറ്റവും കൂടുതൽ നിൽക്കുന്ന സ്ഥലമാണ് ടെറസിൽ മഴവെള്ളം നിന്നിട്ട്. അതുകൊണ്ട് അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണമെങ്കിൽ നമ്മള് ടോയ്ലറ്റ് ലിക്വിഡ് ഒക്കെ ഒഴിച്ച് നല്ലപോലെ ഉരച്ച് ക്ലീൻ ചെയ്തതിന് ശേഷമേ വർക്ക് തുടങ്ങാവൂ. ഇരുമ്പ് സ്ക്രബ്ബർ കിട്ടുന്നുണ്ട് മാർക്കറ്റിൽ, അത് വെച്ച് ഉരച്ച് വേണം പോക്കാൻ ടെറസിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? പൂപ്പാല് പിടിക്കുവോ? 6 മാസം കൂടുമ്പോ നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ പിടിക്കൂല. 6 മാസം കൂടുമ്പോ പിടിക്കില്ല. ഏത് സ്ഥലത്തും അഴുക്ക് വരും. നമ്മളൊരു ഡ്രസ്സും കാര്യങ്ങളും ഇട്ട് പുറത്ത് പോകുന്നുണ്ട്, ചെളി അടിക്കാതിരിക്കോ, വേർപ്പ് കൊള്ളാതിരിക്കോ, ഇതൊക്കെ പ്രകൃതിയുടെ നിയമമാണ്. ആവും. നമ്മളെ കേരളത്തിൽ പ്രകൃതിന്റെ നിയമം അനുസരിച്ച് ഫംഗൽ ഇൻഫെക്ഷൻ എല്ലാം വരും. നമ്മൾ എന്താ ചെയ്യേണ്ടത്? 6 മാസം കൂടുമ്പോ, അറ്റ്ലീസ്റ്റ് 6 മാസം കൂടുമ്പോ അത് വൃത്തിയാക്കി വെക്കുക. അത്രേ ഉള്ളൂ. താങ്ക് യു സർ. ജയാസ്യം. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സാറിന്റെ അപ്ലൈനൊക്കെ എന്റെ നമ്പർ വാങ്ങിച്ചിട്ട് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ജയാസ്യം. താങ്ക് യു സർ. ഓക്കെ മാഡം, താങ്ക് യു വെരി മച്ച്. നമ്മുടെ ടൈം കഴിഞ്ഞു. അപ്പൊ നമുക്കിനിയും ഹാൻഡ് റൈസ് ചെയ്തവര് ക്ഷമിക്കുക. നമുക്കിനിയും സംശയങ്ങൾ അടുത്ത ക്ലാസ് തീർക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്നിക്കൽ എച്ചീരുമായിട്ട് കോൺടാക്ട് ചെയ്ത് മാഡത്തിന്റെ നമ്പർ എടുത്ത് ചോദിക്കാവുന്നതാണ്. അതുപോലെ 3-4 പേര് മാഡത്തിന്റെ നമ്പർ ചോദിച്ചിട്ടുണ്ട്, കമന്റ് ബോക്സിൽ ഇട്ടിരുന്നു. നിങ്ങളോട് ഞാൻ പറയുന്നത് ടെക്നിക്കൽ എച്ചീരുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മാഡത്തിന്റെ നമ്പർ കിട്ടും. ആ നമ്പറിൽ ഇട്ടിട്ട് നിങ്ങൾ വാട്സാപ്പ് ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ ചാറ്റ് ബോക്സിൽ മാം തുടക്കത്തിൽ നമ്പർ ഇട്ടായിരുന്നു. ആദ്യത്തെ ക്ലാസ്സിലൊക്കെ ഞാൻ നമ്പർ ഇട്ടായിരുന്നു. അത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല്, ഏതെങ്കിലും ഒരു പെയിന്ററിനെ കണ്ടാൽ പോലും ഈ പെയിന്ററിനൊക്കെ സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് എന്നെ ഡയൽ ചെയ്ത് കൊടുക്കുന്ന ഒരു കാറ്റഗറിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 2-3 പേര് ചോദിച്ചിട്ട് പറയാഞ്ഞത്. ലാസ്റ്റ് പറയാന്ന് വിചാരിച്ചിരുന്നതാണ്. കാരണം നമുക്കറിയാം, നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മൾക്കറിയാം, നമ്മുടെ കയ്യിൽ കിട്ടുന്നതാണ് അങ്ങനത്തെ കാര്യങ്ങൾ. ഒത്തിരി ഒരുപാട് പറയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ടെക്നിക്കൽ ടീച്ചറുമായിട്ട് കോൺടാക്ട് ചെയ്ത് മാഡത്തിനെ കോൺടാക്ട് ചെയ്തോളൂ. എന്ത് സംശയം ഉണ്ടെങ്കിലും, അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട സംശയം ക്ലിയർ ചെയ്ത് തരത്തില്ല. എന്ത് സംശയം ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് തരും. അതിന് യാതൊരു സംശയമില്ല. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ലീഡറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഇനി ഹാൻഡ് റൈസ് ചെയ്തവർ ക്ഷമിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിലും ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള സമയമുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഒരാഴ്ച വെയിറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് മാഡത്തിന്റെ നമ്പർ എടുത്ത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ഓക്കെ, നമുക്ക് ക്ലോസിംഗിലേക്ക് പോകാം. ഒരുപാട് സമയം കഴിഞ്ഞു പോയി. അപ്പം ഒരുപാട് നന്ദി മാഡം. എല്ലാവരുടെയും ഡൗട്ട്സ് ക്ലിയർ ചെയ്തു. നല്ലൊരു ക്ലാസ് ഇന്ന് കിട്ടി. എല്ലാവരും ഹാപ്പിയാണ്. അപ്പൊ അടുത്ത ആഴ്ചത്തേന് വീണ്ടും ഒരു റിക്വസ്റ്റ് വെക്കുകയാണ്, ഇന്നത്തേനേക്കാളും കൂടുതൽ ആൾക്കാരെ അടുത്ത ആഴ്ച കൊണ്ടുവരണം. അല്ലെങ്കിൽ വീണ്ടും മാഡം പറയാം ഞാൻ ക്ലാസ് എടുക്കില്ല. നമുക്ക് ക്ലാസ് വേണം. നമുക്ക് പെയിന്റിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പഠിക്കണം, ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യണം. അപ്പൊ എത്രയും ആൾക്കാരെ കൂടുതൽ കൊണ്ടുവരുന്നോ അത്രയും മാഡത്തിന് ഹാപ്പി ആവും. എന്നാലും മാഡം ക്ലാസ് എടുക്കുള്ളൂ. അത് എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്. അത് ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മുടെ എല്ലാ ലീഡേഴ്സും നന്ദി പറയണം ഒറ്റ വാക്കില്. എല്ലാ ലീഡേഴ്സും, DCGക്ക് നമ്മുടെ എല്ലാ ലീഡേഴ്സിനും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് സുജാ മാഡത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇന്ന് പ്രോഗ്രാമിന് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുകയാണ്. ജിയാസ്യം, ഗുഡാസ്യം, താങ്ക് യു. നാളെ നമുക്ക് മറ്റൊരു ഗസ്റ്റുമായിട്ട് കാണാം. താങ്ക് യു മാഡം. താങ്ക് യു. ജിയാസ്യം, താങ്ക് യു. ജയാസ്യം, ഗുഡാസ്യം, താങ്ക് യു ഓൾ. ജയ് തുളസി പെയിൻ. താങ്ക് യു മാഡം. താങ്ക് യു JRCM.